കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ജിയാനയാണ്. ഇവളെ നോക്കുമ്പോൾ നമ്മുടെ കഥാനായകനായിട്ടുള്ള ലീ, അതായത് ഇവളുടെ ഹസ്ബൻഡ് ഫോണിൽ നോക്കി വളരെ സാഡ് ആയിട്ട് നിൽക്കുന്നത് കാണാണ്. ഓ പാവം, എന്തോ വിഷമത്തിലാണെന്നാ തോന്നുന്നത്, പോയി ആശ്വസിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് നേരെ ഇവന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അപ്പോഴാണ് അവന്റെ കയ്യിലുള്ളത് അവന്റെ ഫോണല്ല, ഇവളുടെ ഫോണാണെന്ന കാര്യം ഇവളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് നൈസിന് ഇയാളിതിപ്പോ ഇതിനടുത്ത് കൈ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ പെടാതെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. പക്ഷെ കറക്റ്റായിട്ട് ലീ ഇവളെ പിടികൂടാണ്. ജിയാൻ, അവിടെ നിൽക്ക്, നീ എന്ത് ഉദ്ദേശത്തിൽ അതൊക്കെ ചെയ്യുന്നത്? നീ ഇത്തരക്കാരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്നിട്ട് പോലും നിന്റെ ഈ സ്വഭാവങ്ങൾക്കൊന്നും മാറ്റമില്ലേ എന്ന് ചോദിക്കാണ്. ഇവൻ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവളെ ഫോണിൽ ഫുള്ള് ഫോളോ ചെയ്ത് വെച്ചിരുന്നത് മോഡൽസ് ആയിട്ടുള്ള പയ്യന്മാരാണ്. മാത്രമല്ല അവരുടെ ലൈവിലൊക്കെ ചെന്നിട്ട് ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം, ബോഡി അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടത് പ്രകാരം ഏതോ ഒരു മോഡല് ഇവൾക്ക് വേണ്ടി ഇവളുടെ പേര് എടുത്തു വരുന്ന ലൈവില് ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അവന്റെ 6 പാക്ക് ഒക്കെ തുറന്ന് കാണിക്കാണ്. അത് കണ്ടിട്ടാണ് ലീ ഇപ്പോൾ ഇവളോട് ദേഷ്യപ്പെടുന്നത്. സോ ഇങ്ങനെ പോയാലും ശരിയാവില്ല, ഇനി നിന്നോട് ജീവിക്കാൻ പറ്റില്ല, എനിക്കിപ്പോ തന്നെ ഡിവോഴ്സ് വേണം എന്ന് പറയുമ്പോൾ ഇവള് പെട്ടെന്ന് തന്നെ ഇവന്റെ കാല് വീണ്, അയ്യോ അങ്ങനെയൊന്നും പറയില്ല ഹണി, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇത് ജസ്റ്റ് എന്റെ ഒരു ഹോബിയാ, പക്ഷെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങളെ മാത്രം, എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടെങ്കിലും ലീവലെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ തീരുമാനത്തില് ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇവളും ഭയങ്കര വിഷമമുള്ള രീതിയിൽ കിടന്ന് കരയുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് വെറും അടവാണ്. ഇവളും ശരിക്കും ആ ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഇവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചിന്തയാണത്. എന്തിനാണെന്ന് വെച്ചാല് ഇവളെ ഈ ഒരു സിറ്റുവേഷനിൽ ആയതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാണ്. 2 വർഷം മുന്നെയാണ് ഇവളുടെ അച്ഛൻ മരണപ്പെടുന്നത് ഒരു ആക്സിഡന്റില്. അതിൽ നിന്ന് ഒരു നല്ല തുകയൊക്കെ കിട്ടിയെങ്കിലും അത് മുത്തശ്ശിയുടെ കയ്യിലാണ് കിട്ടിയത്. മുത്തശ്ശി ആ പൈസ മുഴുവൻ ഇവളുടെ അങ്കിളുമാർക്കും അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിലും വിവാഹം കഴിക്കുന്നതിലും ഒക്കെയാണ് ചെലവഴിച്ചത്. ഇവളുടെ വീട് വരെ എഴുതി അവർക്ക് കൊടുത്തു. അവരുടെ കാര്യത്തിൽ മാത്രമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഇവൾക്ക് പഠിക്കാനുള്ള ഫീസ് പോലും ഒരു ചില്ലി കാശ് പോലും അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപാട് കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടാണ്. സ്വന്തമായി അധ്വാനിച്ചാണ് ഇവള് പഠിച്ചത്. ഇവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ടൈമിൽ ലീയും ഇവളും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്, ഒരേ ക്ലാസ്സിലും. അങ്ങനെയാണ് ഇവൾക്ക് ലീയെ അറിയാവുന്നത്. സോ ഒരു ദിവസം ഇവള് കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും അവിടെ തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് ഡെലിവറി നടത്താനായിട്ട് എത്തുമ്പോൾ ഇവള് കാണുന്ന കാഴ്ച ലീയും അവന്റെ ഫാമിലി അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് സിയ എന്നാണ്. അവര് തമ്മിൽ ബ്രേക്കപ്പ് ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ഗ്രാജുവേഷൻ ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. സോ സിയ അത് കഴിഞ്ഞ് അബ്രോഡ് പോയി പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ലീ ഇവളോട് നീ പോകരുത്, നീ അബ്രോഡ് പോകരുത് എന്ന് പറഞ്ഞ് അവളെ വിടാൻ ഇവൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സിയ ഭയങ്കര ദേഷ്യത്തില് ഇവൻ പറയുന്നത് കേൾക്കാതെ എന്റെ തീരുമാനത്തില് ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീയും ഭയങ്കര ദേഷ്യത്തില് ജിയാനെ അവിടെ കണ്ട് ഇവളോട് വന്ന് നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റോ, 2 മില്യൺ ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ ഇവള് ഭയങ്കരമായി ഷോക്കായി. നിങ്ങൾ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോ 1 ലക്ഷം ഞാൻ എക്സ്ട്രാ തന്നേക്കാം, എനിക്കിപ്പോ തന്നെ കിസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാതെ സിയ കാണുന്നുണ്ട്. അവൾക്കും അത് ഭയങ്കര ദേഷ്യമാവുന്നു. എന്നാൽ ജിയാന് അപ്പൊ പൈസയ്ക്ക് വളരെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഇവള് വേറെ ഒന്നും പറയുന്നില്ല. അത്രയും പൈസയ്ക്ക് ഇവള് 10 വർഷം പണിയെടുത്തത് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അക്കൗണ്ട് നമ്പർ തന്നേക്കാം, പൈസ അതിലിട്ടാ മതി എന്ന് പറയാണ്. അതിനുശേഷമാണ് ഇവരെ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത്. ജീവിക്കാനല്ല, അഭിനയിക്കാൻ. ഇവൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പൈസ ലീ നൽകും, എല്ലാ ചെലവുകളും നോക്കും. ഇവൾക്ക് ഒന്നും അറിയണ്ട. രാജകീയമായ ജീവിതമാണ് ഇവൾ ഈ 2 വർഷം ജീവിച്ചുകൊണ്ടിരുന്നത്. പൈസയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. പൈസ വാരിക്കൂട്ടുക എന്നൊരു ജോലി മാത്രമേ ഇവൾക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവൾക്കറിയാം സിയ തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ലീയും അവളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തീർന്ന് അവരെന്നാവും ഇവളെ അടിച്ച് പുറത്താക്കുമെന്ന്. പക്ഷെ അങ്ങനെ പോയാൽ ഇവൾക്ക് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല. എന്നാൽ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ നല്ലൊരു തുക തന്നെ ലീ കൊടുക്കും. നിയമപരമായിട്ട് ഇവൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ആ പൈസ കൊണ്ട് ഇവൾക്ക് ജീവിതകാലം മുഴുവൻ പണിയെടുക്കാതെ ജീവിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവള് ഈ ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നത്. ഇവളെ അടിച്ചു പുറത്താക്കുന്നതിന് മുന്നേ ഇവളായിട്ട് ഒഴിഞ്ഞു പോകണം. പക്ഷെ നല്ല ലക്ഷറി ആയിട്ട് ഒഴിഞ്ഞു പോകണം അതിനു വേണ്ടി. പക്ഷെ ഇവളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവം കണ്ട് ലീയും ഇവൾക്ക് ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കി ഒപ്പിടാനായിട്ട് നൽകുകയാണ്. ഇവളും അത് മനസ്സിൽ നന്നായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഇവള് വിചാരിക്കുന്നുണ്ട് എന്ന ഇവളുടെ വിചാരം ലീ അറിയരുതല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു തോട്ടില് എനിക്ക് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളത് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ തരാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ഒപ്പിടാനായിട്ട് ചെല്ലുമ്പോഴാണ് ലീ ഇവളോട് എഗ്രിമെന്റ് വായിച്ചു നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇവളും അത് നോക്കുമ്പോൾ ഇവളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണല്ലോ ലീ ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിവോഴ്സ് ആയാൽ ഇവൾക്ക് ഒരു ചില്ലി കാശ് പോലും ഇവൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവളോട് അതിൽ ഒപ്പിടാനായിട്ട് പറയുന്നത്. അത് ഇവളെ ആഗ്രഹിച്ച കാര്യമല്ലല്ലോ. എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണോ, പ്രതീക്ഷകളെല്ലാം തവിട് പൊടിയാവാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ഇറങ്ങി പോയാലോ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവള് അത് പിന്നെ ഞാൻ ഇതൊക്കെ വെറുതെ പറഞ്ഞതാ, എനിക്ക് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എനിക്കതിന് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തലയണ പോലത്തെ സംഭവം എടുത്ത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, പക്ഷെ എന്നും എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇതുപോലും ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വാങ്ങിച്ചതാ എന്ന് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് ഇവൾ ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നില്ല. ആ പേപ്പർ തന്നെ കീറിക്കളയാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിന് ലീ സമ്മതിക്കുന്നില്ല. തൽക്കാലം ഇതിന്റെ കയ്യിലിരുന്നോട്ടെ, ഇനി ആവശ്യം വന്നാലോ എന്ന് ചോദിച്ചാൽ അവൻ ആ ഒരു ഡിവോഴ്സ് പേപ്പറും ഇവളെ കൊടുത്ത ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് കയറി പോവാണ്.
അതിനുശേഷം ലീ നേരെ വന്ന് ആ ഒരു ഡിവോഴ്സ് പേപ്പർ ഇവന്റെ ലോക്കറിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് കിട്ടാണ്. അതായത് അതിൽ ഫുള്ള് ഇവരുടെ വിവാഹ ഫോട്ടോയും ജിയാന്റെ ഫോട്ടോസും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇവൻ ജിയാൻ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് അവളെ വിവാഹം കഴിച്ചതല്ല. ഇവൻ ശരിക്കും അവളെ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചതാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ലീക്ക് ജിയാനോട് ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ദിവസം അത് പറയാനായിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് തീരുമാനിച്ചിരിക്കുമ്പോൾ ഇവനെക്കാളും മുന്നേ മറ്റൊരു പയ്യൻ വന്ന് അവളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ പറയാണ്. ലീയും അത് കണ്ട് നല്ല ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. ഇവള് അവനോട് എസ് പറയോ എന്ന ടെൻഷനായിട്ട്. പക്ഷെ ജിയാൻ ആ പയ്യനോട് അവന് ലാസ്റ്റ് എക്സാമിൽ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ട്യൂഷൻ എടുത്തരാം, അതായിരിക്കും ചിലപ്പോൾ ഈ ഡേറ്റിങ്ങിനേക്കാൾ കൂടുതൽ നിനക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്, അതിന്റെ പൈസ നീ എനിക്ക് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇവൾക്ക് റിലേഷനോടൊന്നും ഒരു താല്പര്യമില്ല. വേണമെങ്കിൽ ഞാൻ നിന്റെ ട്യൂട്ടർ ആയിക്കോളാം എന്നാണ് ആ ഒരു പ്രപ്പോസ് ചെയ്യാൻ വന്ന പയ്യനോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലിയും ഇവനും ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൾ അതേ മറുപടി ആയിരിക്കില്ല ഇവനോട് പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവന്റെ ഫീലിങ്സ് അവളെ അറിയിക്കുന്നില്ല. ഇവനത് പറഞ്ഞാൽ അവൾ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് ഇവന് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ അവൾക്ക് പണത്തിനോടാണ് ഒരുപാട് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൻ പൈസ ഓഫർ ചെയ്ത് അവളെ വിവാഹം കഴിച്ചത്. ഇവന്റെ ഫീലിങ്സ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ. എന്നാൽ ഇവന്റെ അൺലക്ക് കൊണ്ട് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഇവൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് ഇവന്റെ ഒരു ഇഷ്ടം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവളുടെ മനസ്സിൽ ഇവൻ ഇഷ്ടപ്പെടുന്നത് സിയാണ്. അവൾ തിരിച്ചു വന്നാൽ ഇവര് റിലേഷൻഷിപ്പിലാവും എന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ജിയാൻ മാസത്തിൽ ഓരോ ഗിഫ്റ്റ് ഇവന് വെറുതേക്ക് നൽകാറുണ്ട്, ഇവനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ. പക്ഷെ അതെല്ലാം തന്നെ ഇവൻ ഈ ഒരു മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് പോലും അവൾക്ക് എന്താണ് മനസ്സിലാവാത്തത്, ഇനി എന്നാ അവൾ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നാലോചിച്ച് ഭയങ്കര പ്രാന്തായിരിക്കാണ്. എന്നാൽ അപ്പോൾ ഇവിടെ ഒരാള് എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇനി രക്ഷപ്പെടും, ലീഡ് അടുത്തുനിന്ന് ഡിവോഴ്സ് വാങ്ങും എന്ന കാര്യങ്ങളാണ് തലകുത്തി എന്ന് ആലോചിക്കുന്നത്. എന്നാൽ ഇവളുടെ തല അവിടെ കയറി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ കിട്ടാണ്. എന്താണെന്ന് വെച്ചാല് ഇവളുടെ മൈൻഡിൽ ലീയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണല്ലോ സിയ. സോ അവളിപ്പോ അബ്രോഡാണുള്ളത്. അവളെ തിരിച്ചുകൊണ്ട് വന്നാല് ലീ അവളുടെ പിന്നാലെ പോവും, ഇവള് ഡിവോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡിവോഴ്സ് വാങ്ങാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് സിയ അബ്രോഡിൽ നിന്ന് തിരിച്ചുകൊണ്ട് വരേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഇവള് അവിടെ ഒരു ഗ്ലാസ് കാണാണ്. അത് സിയ ലീക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു സംഭവമാണ്. സോ ഇവളൊന്നും നോക്കുന്നില്ല, അത് പെട്ടെന്ന് തന്നെ എടുത്ത് തറയിലിട്ട് ചവിട്ടി പൊടിക്കാണ്. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് സിയക്ക് അയച്ചു കൊടുത്ത്, അയ്യോ സിയ, ഐ എം റിയലി സോറി, ഞാൻ അറിഞ്ഞതേയില്ല, ഇതെന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി, ഇതെന്റെ ഹസ്ബൻഡിന് നീ കൊടുത്തതല്ലേ, പുതിയത് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി, ഞാൻ ഇനി സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ സിയ ഭയങ്കര ദേഷ്യത്തില്ല ഇവർക്ക് കുറെ സ്റ്റിക്കേഴ്സ് തിരിച്ചയക്കാണ്. നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യും, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, ഞാൻ ഇപ്പൊ തന്നെ ചൈനയിലേക്ക് തിരിച്ചു വരുവാ, അവിടെ വന്നിട്ട് നമുക്ക് തമ്മിൽ കാണാം, ഞാൻ എന്തായാലും ലീയെ കൊണ്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ഇതിൽ അയക്കുന്നു. പക്ഷെ അത് കണ്ട് ജിയാൻ തുള്ളിച്ചാടുവാണ്, ഇവളുടെ പണി ഏറ്റല്ലോ. എന്നാൽ അപ്പോഴേക്കും ലീക്ക് സിയ മെസ്സേജ് അയച്ചിട്ട്, ചേട്ടാ ഞാൻ നാളെ തന്നെ ചൈനയിലേക്ക് എത്തുന്നുണ്ട്, എന്നെ പിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ ഈ കുരിശിപ്പ് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, 2 വർഷം കൊണ്ട് മനസ്സമാധാനം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇവൾക്ക് എന്താ പറ്റിയത് എന്നാണ് ലീ ചിന്തിക്കുന്നത്. എന്നിട്ട് ലീ നേരെ ജിയാനോട് വന്ന് ഇവൾക്ക് മാസം ഇവൻ 1 ലക്ഷം രൂപയാണ് എക്സ്പെൻസിനായിട്ട് കൊടുത്തിരുന്നത്, പക്ഷെ അത് വീണ്ടും 1 ലക്ഷം ആക്കി കൂട്ടി 2 ലക്ഷം ആയി എന്ന് പറയാണ്. അത് കേട്ട് ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവനത് ചെയ്യുന്നത് നാളെ സിയ വരുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശന്റെ അതായത് ഇവരുടെ ഫാമിലി വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, ഒരു വെൽക്കം പാർട്ടി അവൾക്ക് വേണ്ടി, അതിലേക്ക് ജിയാനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ്. സോ പൈസയൊക്കെ കൊടുത്ത് സോപ്പിട്ട് ഇവളെ കൂടെ വിളിക്കുമ്പോൾ ഇവള് പെട്ടെന്ന്, അതിന് ഞാൻ നിങ്ങളുടെ യഥാർത്ഥ വൈഫൊന്നും അല്ലല്ലോ, അങ്ങനെയുള്ളവരല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ലീ വിചാരിക്കുന്നത് ഇവള് പറയുന്നത് സിയ വരുന്ന കാര്യം അറിഞ്ഞിട്ട് ചിലപ്പോ ഒരു പൊസസീവ്നെസ് വെച്ചായിരിക്കും സംസാരിക്കുന്നത് എന്നാണ്. പക്ഷെ ഇവള് ചിന്തിക്കുന്നത് സിയ അബ്രോഡിൽ നിന്ന് തിരിച്ചെത്താണല്ലോ, അതുകൊണ്ട് തന്നെ ലീ അതിന്റെ സന്തോഷത്തിലായിരിക്കും ഇവൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത് എന്നാണ്. ആ ഒരു സന്തോഷത്തിൽ തന്നെ ഇവനോട് എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയാണ്. പക്ഷെ അവിടെ ഇവള് നോ പറയും എന്നാണല്ലോ ലീ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇവള് നോ പറയുന്നുമില്ല, ഭയങ്കര സന്തോഷം കാണിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അവിടെ ഇവള് പൊട്ടിച്ച ആ ഒരു ഗ്ലാസ് തറയിൽ കിടക്കാണല്ലോ. ഇവളാണെങ്കിൽ അത് ലീ കാണണ്ട എന്ന് വിചാരിച്ച് മറിച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവനത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്, സിയ കൊടുത്ത ഗ്ലാസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ നല്ലോണം സന്തോഷിക്കുകയാണ്. ഓ ഇവൾക്കപ്പോ പൊസസീവ്നെസ് ഉണ്ട്, ആ ഒരു ദേഷ്യത്തിലാണ് സിയ ഇവനോടുത്ത ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചത് എന്ന രീതിയിലാണ് ഇവൻ ആ ഒരു കാര്യം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ലീക്കും സന്തോഷമാവുന്നു. അതേപോലെ ഉടനെ ഡിവോഴ്സ് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ജിയാനും വളരെ ഹാപ്പിയാണ്. അതിനുശേഷം നമ്മളെ പെട്ടെന്നാണ് കാണുന്നത് ഇവരിപ്പോ ഇവരുടെ ആ ഒരു കുടുംബ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ജിയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ധരിച്ചിരിക്കുന്നത്. ഇവള് എല്ലാവരുടെയും മുന്നിൽ ലീയെ അപമാനിക്കണോ, ഇവനത് എന്തായാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന രീതിയിലേക്കാണ് ആ ഒരു ഡ്രസ്സിംഗ് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇവൾ എന്ത് കെയർഫുൾ ആയിട്ടാണ് ഡ്രസ്സിംഗ് നടത്തിയിരിക്കുന്നത് എന്നാണ് ലീ ചിന്തിക്കുന്നത്. ഇവനത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും സിയ ആ കുട്ടിക്ക് എത്തിയിരിക്കുകയാണ്. ലീ ഇവളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും അവിടെ ജിയ നിൽക്കുന്നത് സിയക്ക് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീയെ കൈക്കലാക്കാൻ വേണ്ടി ഇവള് വലിയ കാര്യത്തില് ലീയെ ചേട്ടാന്ന് വിളിച്ച് ഓടി ഇവന്റെ അടുത്തേക്ക് ഇവനെ ഹഗ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ലീ അത് കണ്ട് പിറകിലോട്ട് വലിയാണ്. എന്നാൽ ഇവൻ എന്തിനാണ് പിറകിലോട്ട് വലിയുന്നത്, ഇനി ഇവളെ കണ്ട് നാണിച്ചിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒന്നാവാനുള്ള ചാൻസ് മിസ്സാവാൻ പാടില്ലല്ലോ. സോ ജിയാൻ ലീയെ തള്ളി ഫ്രണ്ടിലോട്ട് വിടുന്നതാണ്. എന്നാൽ ഇവളാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. ലീ തിരിഞ്ഞടന്ന് കറങ്ങാണ്. സോ സിയ കണ്ണും പൂട്ടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് ജിയാനെയാണ്. ലീ പിറകിലായി പോകുന്നു.
എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചതെന്ന് മൂന്നെണ്ണത്തിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലിയോയുടെ പെരുമാറ്റം കണ്ട് ജിയാൻ വിചാരിക്കുന്നത് സിയ അന്ന് ഇവനായിട്ട് വഴക്കിട്ട് പോയതാണല്ലോ, ഇവൻ പറഞ്ഞിട്ട് കേൾക്കാതെ. ചിലപ്പോ അതുകൊണ്ട് ഇവളെ ഹഗ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അതായിരിക്കും എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത സിയ ജിയാനോട്, അല്ല നീ ഇവിടെ എന്തിനാ വലിഞ്ഞേറി വന്നത്? ആരെങ്കിലും നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചോ? എന്റെ മുത്തശ്ശന് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ ജിയാൻ, നീ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ലീ ഇവളെ വിടുന്നില്ല. അപ്പോഴേക്കും ഇവരുടെ മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നു. അയാൾക്കും സിയ ആണ് താല്പര്യം, ജിയാനെ ഒട്ടും ഇഷ്ടമല്ല. സിയനെ ലീയെ കൊണ്ട് കെട്ടിക്കാനാണ് അയാൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചടങ്ങിലോട്ട് ജിയാൻ വന്നിരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇവളെ കുത്തി നല്ലോണം സംസാരിക്കുന്നുണ്ട്. അത് ലീക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. സോ മുത്തശ്ശനോട്, എന്റെ വൈഫിനെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഞാനും എന്തായാലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ലീ ഇവളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ മുത്തശ്ശൻ അവരെ തടഞ്ഞിട്ട് ലീ അവിടെ നിന്ന് പോകാനായിട്ട് ഇയാൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ പോവരുത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതൊക്കെ കണ്ട് അയാൾക്ക് നെഞ്ചുവേദന പോലെ വരികയാണ്. അതുകൊണ്ട് സിയും മുത്തശ്ശനെ പെട്ടെന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇവർക്ക് തൽക്കാലം അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ലീ മുത്തശ്ശൻ അങ്ങനെയൊക്കെ ജിയാനോട് സംസാരിച്ചതില്ല ഇവളോട് ക്ഷമ ചോദിക്കുമ്പോൾ ജിയാൻ, അതൊന്നും വലിയ പ്രശ്നമല്ല, സിയ ഇവര് എടുത്തു വളർത്തിയ ഒരു മകളാണ്, എന്നിട്ട് പോലും അത്രയും കെയറൊക്കെ മുത്തശ്ശൻ അവളോട് കാണിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഫാമിലി കിട്ടിയത് അവളുടെ ലക്കാണ് എന്ന് പറയുമ്പോൾ ലീ, നിന്റെ ഫാമിലിക്ക് എന്താ പറ്റിയത്, നിന്റെ ഫാമിലി എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ആ ഒരു കാര്യം ചിന്തിക്കാണ്. ഇവളുടെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ ഇവളെ ഉപേക്ഷിച്ചു പോയി, ഇവളുടെ അച്ഛനോടൊപ്പം ജീവിക്കില്ല, ഇവളെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങി പോകുന്നത്. പിന്നീട് ഇവളുടെ മുത്തശ്ശി ഇവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും ജോലി ചെയ്യിപ്പിക്കാനും ഒക്കെ തുടങ്ങി, കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവൾ അച്ഛനോട് വന്ന് പറയുമ്പോൾ അയാൾ ആ ടൈമിൽ ചീട്ടുകളെയും ഫ്രണ്ട്സും കള്ളോടിയൊക്കെ ആയിട്ട് അതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാണ് നടന്നിരുന്നത്. ഇവളെ നേരെ ചൊവ്വേ നോക്കിയിട്ടേ ഇല്ല. സ്വന്തം ഫാമിലിയാണ് ഇവളോട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ദത്തെടുത്ത് വളർത്തിയ മകളോട് പോലും ലിയുടെ ഫാമിലി അങ്ങനെയല്ലല്ലോ പെരുമാറുന്നത്. അതുകൊണ്ട് ഇവൾക്ക് നല്ല വിഷമം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു കാര്യങ്ങളൊന്നും ലിയോട് പറയുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫാമിലി തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവളും അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും അകത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നതും. അവരും ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചായാലും കഴിവിനെ കുറിച്ചായാലും ഇതുപോലൊരു ഫാമിലിയിൽ വന്നില്ലായിരുന്നെങ്കിൽ പോലും അറിയപ്പെടുന്ന വ്യക്തിയെ മാറിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജിയാനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ലീക്ക് ഇവളോട് ഇപ്പൊ വെറുപ്പുണ്ടാക്കേണ്ടത് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും കറക്റ്റ് സിയയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്ന് ഇവളോട്, ഇവള് ലീക്ക് പറ്റിയ ഒരു വ്യക്തിയായിരുന്നില്ല, സിയാൻ എന്തുമാത്രം കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇവൾക്ക് ഒരു കഴിവില്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവളും ഇവർ പറയുന്നത് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെന്ന് അവരോട് അതിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ പോകുന്നു. അത് ഞാൻ ലീക്ക് പറ്റിയ പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കണ്ട് ഇവരെ തല്ലാവരാണ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിച്ച് പിന്നോട്ട് മാറുന്നു. ഇവളെ എങ്ങനെയെങ്കിലും അവർ പറയുന്നതിനോട് എതിർത്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും സി അവിടെ മുത്തശ്ശനും ലീയും പുറകിൽ വന്ന് നിൽക്കുന്നത് കാണാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ആൽക്കഹോൾ എടുത്ത് മറ്റൊരു ഫ്രണ്ടിന്റെ ദേഹത്തേക്ക് ഒഴിക്കാണ്. എന്നിട്ട് അത് ജിയാൻ ഒഴിച്ചതാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കണ്ട് ജിയാൻ, ഇവള് ഒരു പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ ആഗ്രഹിച്ചത്, അതെന്തായാലും മുന്നിൽ വന്നെത്തിയിരിക്കുകയാണ്, സി ആയിട്ട് തന്നെ തുടങ്ങി വെച്ചു. അതുകൊണ്ട് തന്നെ ഇവളും ഒന്നും നോക്കുന്നില്ല, അത് വലുതാക്കാനായിട്ട്, അതെ ഇത് ഞാൻ തന്നെയാ ചെയ്തത്, നിന്റെയൊക്കെ നാക്ക് ശരിയല്ലെങ്കിൽ ഞാൻ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് വാങ്ങി ഇവളായിട്ട് തറയിലിട്ട് പൊട്ടിക്കാണ്. സോ മുത്തശ്ശനും ലിയും അതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സിയ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജിയാന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവളെ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിയാനും, അതെ ഞാൻ ലീക്ക് പറ്റിയ വൈഫല്ലെന്ന് നീ നിന്റെ ഫ്രണ്ട്സും കൂടെ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവൾ എന്തിനാണ് അതെല്ലാം കൂടെ കയറി ഏറ്റുപിടിക്കുന്നതെന്ന് സിയയ്ക്കും ഫ്രണ്ട്സിനും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിയനെ ലീ സപ്പോർട്ട് ചെയ്യും എന്നാണ് ജിയാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ജിയാനെ തന്നെയാണ്. ഓ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ല എന്റെ വൈഫ് അങ്ങനെ പ്രതികരിച്ചത്, അതിലൊരു തെറ്റുമില്ല, നീയൊക്കെ അർഹിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞ് ജിയാനെ ലീ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ മുത്തശ്ശൻ അത് കേട്ട് ഭയങ്കര ദേഷ്യം വരുന്നു. ജിയാനാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ച് ഈ ഒരു ഫംഗ്ഷൻ അലമ്പാക്കാൻ നോക്കിയത്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, മര്യാദയ്ക്ക് നിന്റെ റൂമിലോട്ട് പോ, അവിടെങ്ങാനും പോയിരിക്കുക എന്ന് ആവശ്യപ്പെട്ടാണ്. ജിയാനും ഇവിടെ നിൽക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം ഒന്ന് മനസ്സിൽ കരുതിയിട്ട് ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഇവളെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഷൂ ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇവൾ നടന്നു പോകുന്നത്. അത് കണ്ട് പെട്ടെന്ന് തന്നെ ലീ ഇവളെ തടഞ്ഞു നിർത്തി സെർവൻസിനോട് ഇവൾക്കിടാനായിട്ട് ഷൂസ് കൊണ്ടുവരാൻ പറയാണ്. അത് ഇവനായിട്ട് തന്നെ ഇവളുടെ കാലിൽ ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ കാലിൽ മുറിഞ്ഞ ഭാഗത്ത് ബാൻഡേജ് ഒട്ടിച്ചെടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു കെയർ കാണിക്കുന്നത് കാണുമ്പോൾ ഇവൻ തന്നോട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലാണ് ജിയ നോക്കുന്നത്. മാത്രമല്ല ഇവളുടെ കയ്യിൽ ഒരു ബാൻഡേജും ഇനി ആവശ്യം വന്നാലും യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് ലീ എടുത്ത് നൽകുമ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. നമ്മൾ മുന്നേ കണ്ടല്ലോ ഇവർ ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നതെന്ന്. ആ ടൈമിൽ ഒരു ദിവസം മുത്തശ്ശൻ ലീയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം സിയ മുത്തശ്ശനോട് ഒരുപാട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ലീ അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, കറങ്ങാൻ പോകാൻ വരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ അതറിഞ്ഞ് മുത്തശ്ശൻ ഇവനോട് വന്ന് നീ അവളെ നോക്കണം, അവളെ നീ കല്യാണം കഴിക്കാനുള്ളതാണ്, അവൾക്ക് നാളെ നമ്മുടെ ഫാമിലി നെയിം കൊടുക്കേണ്ടതാണ്, നീ അവളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് പറയുമ്പോൾ ലീ അതിനെ സമ്മതിക്കുന്നില്ല. മുത്തശ്ശ ഞാൻ അവളൊരു സഹോദരിയായിട്ടാണ് കാണുന്നത്, എനിക്ക് ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തില്ല ഇവനെ തല്ലാണ്. അത് അവിടെയുള്ള ഇവന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സോ മറ്റുള്ള ഫ്രണ്ട്സോ ഒക്കെ കാണുന്നുണ്ട്. സോ ഇത്രയും വലിയ സ്റ്റാറ്റസ് ഉള്ള വ്യക്തി പബ്ലിക്കായിട്ട് അടി വാങ്ങുന്നത് കണ്ട് പിള്ളേരൊക്കെ ഫോട്ടോസ് എടുത്ത് ഗ്രൂപ്പിൽ ഇടാനും വീഡിയോ എടുക്കാനും ഇവനെ അപമാനിക്കാനായിട്ട് അതൊരു ഫണ്ണായിട്ട് എടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുക. പക്ഷെ അപ്പോഴേക്കും അത് കണ്ടോണ്ട് അങ്ങോട്ടേക്ക് ചെയ്യാൻ വന്ന് ഇവരെ അത് മറച്ചുകൊണ്ട് ഇവർ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റായിട്ട് ലിയുടെ ആ
ആ ഒരു കാര്യങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ജിയാൻ അതിന് സമ്മതിച്ചില്ലെന്ന് വേണം പറയാൻ. ഇവന് വലിയൊരു അപമാനമാണ് ഇവളെ കാരണം അന്ന് ഒഴിവായത്. അന്നാണ് ലീ ഫസ്റ്റ് ടൈം ഇവളെ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇവൻ ഒരു സൈഡിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഇവന്റെ മുഖത്ത് മുത്തശ്ശൻ അടിച്ച് മുറിഞ്ഞിട്ടുണ്ട്. ഇവൾ അത് കണ്ടുകൊണ്ട് ഇവളുടെ കയ്യിലുള്ള ഒരു ബാൻഡേജ് എടുത്ത് നേരെ വന്ന് ഇവന്റെ ഫേസിൽ അത് ഒട്ടിച്ചു കൊടുക്കാണ്. എന്നിട്ട് ഇനിയും ആവശ്യം വന്നാൽ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് ബാൻഡേജ് എടുത്ത് നൽകുന്നു. കറക്റ്റ് ഒരു ഏഞ്ചലിനെ പോലെയാണ് ഇവളെ ആ ഒരു ടൈമിൽ ഇവന് തോന്നുന്നത്. അന്നാണ് ഇവളോട് ഫസ്റ്റ് ആയിട്ട് ക്രഷ് അടിക്കുന്നതൊക്കെ. പിന്നീടാണ് ഇവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചത്, പക്ഷെ അത് നടന്നില്ല. സോ അതേ സീനാണ് ഇപ്പോൾ ലീ ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവളെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പൊ നടന്നത്. അതുകൊണ്ട് തന്നെ കിളി പറഞ്ഞ് ഇവന്റെ മുന്നിൽ അധിക സമയം നിൽക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവളെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ലീക്കും ഇവൾക്കും ഒരു റൂമും അതുപോലെ സിയയ്ക്ക് തൊട്ടപ്പുറത്തെ റൂമാണ് ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഇവര് വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു മുറിയിൽ താമസിച്ചിട്ടേ ഇല്ല. അങ്ങനെ സ്റ്റേ ചെയ്താൽ ഇന്ന് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ ലീക്കും സിയയ്ക്കും ഇടയിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഇവള് നേരെ സിയയുടെ മുറിയിലേക്ക് കയറി പോവാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് സിയനെയും ലിയെയും ഒന്നിപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും ഇന്നൊരു മുറിയിലാകും. പിന്നീട് അവരെന്തായാലും അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു ഇതില് ഈ ഒരു നെയിം ബോർഡ് തിരിച്ചു വെക്കാണ്. പക്ഷെ അതറിയാതെയാണ് സിയ അങ്ങോട്ടേക്ക് എത്തുന്നത്. അത് കണ്ട് ഇവള് നേരെ ഇന്നെന്തായാലും ലീയുടെ മുറിയിൽ കിടക്കാം എന്ന് വിചാരിച്ച് ലീയുടെ നെയിം ബോർഡ് ഇരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് കയറി പോവാണ്. പക്ഷെ അത് ശരിക്കും ഇവളുടെ തന്നെ മുറി ആയിരുന്നല്ലോ. എന്നാൽ അതെല്ലാം തന്നെ ലീ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ നേരെ വന്ന് ആദ്യം എങ്ങനെയായിരുന്നോ ആ ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കയറ്റി വെക്കാണ്. എന്നിട്ട് ഇവന്റെ യഥാർത്ഥ മുറിയിലേക്കും കയറി പോകുന്നു. പക്ഷെ സിയ നേരെ അകത്തേക്ക് ഇവളുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ കിടക്കുന്നത് ലീ ആയിരിക്കും എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരെ പോയി ഇവനെ പിടിക്കാനായിട്ട് വരുന്നു. പക്ഷെ പിടിച്ചു നോക്കുമ്പോഴാണ് അത് ഇവൾ ഉദ്ദേശിച്ച ആളല്ല, ജിയാനാണ് ഇവിടെ കിടക്കുന്നതെന്ന കാര്യം കാണുന്നത്. രണ്ടുപേരും നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. ജിയാൻ എഴുന്നേറ്റ് ഇവളോട് നീ അപ്പൊ അബ്രോഡ് പഠിക്കാൻ പോയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ സിയ അല്ല നീ എന്താ ഇവിടെ, ഞാൻ അത്ര കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ജിയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ലീയുടെ മുറിയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നത്, പിന്നെ നീ എന്തിനാ കെട്ടിയെടുത്തോണ്ട് എന്റെ പുറകെ വന്നത് എന്ന് ചോദിക്കാട്. പക്ഷെ ഇവിടെ ഒരാള് ജിയാനും ഇവനും ആദ്യമായിട്ടാണല്ലോ ഒരു മുറിയിൽ കിടക്കാനായിട്ട് ചാൻസ് കിട്ടിയിരിക്കുന്നത്. അത് മാക്സിമം യൂസ് ചെയ്യണം എന്ന് തീരുമാനിച്ച് കുളിച്ചൊരുങ്ങി ജിയാൻ വരുന്നത് കാത്തു കിടക്കാണ് പുള്ളി ഇവിടെ. കുറെ സമയമായിട്ടും പക്ഷെ അവളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മെസ്സേജ് അയച്ചു നോക്കുന്നു. എന്നാൽ റിപ്ലൈ ഒന്നുമില്ല. കാരണം ഇവരിവിടെ വലിയ ചർച്ചയിലാണ്. ജിയാൻ സിയയുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ലിയെ എടുത്തോളാനായിട്ട് പറയുമ്പോ സിയ അല്ല ശരിക്കും നീ ആഗ്രഹിക്കുന്നുണ്ടോ അത്, നിനക്കപ്പോ ചേട്ടനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ ഞാനത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്റർ. ലീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിന്നെയാണ്, ഞാൻ ജസ്റ്റ് ടെമ്പററി മാത്രമാണ്. അതുമല്ല എന്നെ പോലെ ഒരു വ്യക്തിയൊക്കെ പുള്ളി എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ തമ്മിൽ ഒന്നാവുകയാണെങ്കിൽ പുള്ളി ഞാനോട് വെച്ചിരിക്കുന്ന കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും, എനിക്ക് പൈസയും കിട്ടും ഡിവോഴ്സും കിട്ടും, എനിക്കതുകൊണ്ട് രക്ഷപ്പെടാം, അല്ലാണ്ട് എനിക്ക് പുള്ളിയോടൊപ്പം ജീവിക്കാനുള്ള ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ജിയാനായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ തുറന്നു പറയുന്നത് കേട്ട് സിയക്ക് ഭയങ്കര സന്തോഷമാവുന്നു. സോ ജിയാൻ ഇവളോട് ഇവളെയും ലീയും ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ തന്നെ ഐഡിയ പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞിട്ട് കേൾക്കാതെ നീ അബ്രോഡ് പോയതുകൊണ്ട് നിന്നോട് നല്ല ദേഷ്യമുണ്ട്, അത് നമുക്ക് എന്തായാലും മാറ്റിയെടുക്കണം, അതിന് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുമ്പോൾ ഇവൾക്കത് വലിയൊരു സഹായം ആയതുകൊണ്ട് തന്നെ ഇവളെയും ലിയയും തമ്മിൽ ജിയാൻ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ സിയെയും ഇവൾക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ആയാല് ലീയുടെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടും, അതേപോലെ അവരെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇവളുടെ അടുത്തുനിന്നും ക്യാഷ് കിട്ടും. സോ മൊത്തത്തിൽ ഒരു ലക്ഷറി ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട് ജിയാൻ സിയുടെ അടുത്ത് ഓക്കെ പറയാണ്. അതേപോലെ തന്നെ സിയെ അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ലീ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ജിയാന് മെസ്സേജ് അയച്ച് അവളെ കാത്തിരുന്നതാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ രാവിലെ ഇവനെ കണ്ട് ഇവന്റെ കണ്ണൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇയാൾ വിചാരിക്കുന്നത് ഇയാൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സിയ എവിടെ ഇന്ന് ചോദിക്കുമ്പോൾ ലീ അതെനിക്ക് എങ്ങനെ അറിയാം, രാവിലെ തന്നെ ഞാൻ അവളെ എവിടെ പോയി തപ്പാനാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന് കൺഫ്യൂഷൻ ആവുന്നു. അപ്പോഴേക്കും ഈ രണ്ടെണ്ണം കൂടെ മറ്റേ മുറിയിൽ നിന്ന് ഒരു ബോധമില്ലാതെ ഇറങ്ങിയവരാണ്. ഇവരും ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ജിയാനാണെങ്കിൽ സിയയ്ക്ക് ടിപ്പ് പറഞ്ഞു കൊടുക്കായിരുന്നു, സിയ അത് എഴുതി വെക്കും ലീയെ സ്വന്തമാക്കാനുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ അവര് ഒരു വെക്കും ഇല്ലാതെ പിച്ചുമ്മയും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. പക്ഷെ അവർ രണ്ടുപേരും എങ്ങനെ ഒന്നിച്ചത് എന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് പിടിയിട്ടുന്നില്ല. എന്നിട്ട് ജിയാനും സിയയും നേരെ വന്ന് ഇവരുടെ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഒരു ചുവടുപ്പ് നടത്താനായിട്ട് പോവാണ്. അതിനായിട്ട് സിയയ്ക്ക് ഇവള് കുഞ്ഞായിരുന്നപ്പോ ലീ ഒരു മാല ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജിയാൻ ഇപ്പോൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് അവിടെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. ആ ഒരു ബഹളം കേട്ട് ലീ മുത്തശ്ശനും ഓടി വരുമ്പോൾ ജിയാൻ സിയെ പിടിച്ചു തള്ളി ആക്രമിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അവർ തമ്മിലുള്ള ഒരു അഭിനയം അതൊക്കെ കാണുമ്പോൾ ലീക്ക് നല്ല ദേഷ്യം വരും. ഇവളെ ഇപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കും, ഡിവോഴ്സ് ആക്കും എന്നൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജിയാൻ ഇത് ചെയ്യുന്നത് സിയ നാട്ടിലേക്ക് എത്തിയത് ജിയാൻ ഒട്ടും തീരെ പിടിച്ചിട്ടില്ല. ഇവൻ കൊടുത്ത സാധനങ്ങളൊന്നും അവളെ യൂസ് ചെയ്യുന്നത് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവൾക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഇത് വെച്ചിട്ടാണ് അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ലീ വിചാരിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവളെ കുറച്ചും കൂടി ഇതാക്കാനായിട്ട് നീ ഇപ്പൊ പൊട്ടിച്ച സാധനത്തിന് 2 മില്യൺ വില വരുന്നതാ, അത് നിന്നെ 2 വർഷത്തെ എക്സ്പെൻസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവൾക്ക് വലിയ പണിയാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവനെ സോപ്പിടാനായിട്ട് പിറകെ ചെല്ലുന്നു. പക്ഷെ ലീ അവളെ ചിരിച്ചുകൊണ്ട് പിറകെ വരുത്താനായിട്ട് മൈൻഡ് ചെയ്യാതെ പോവാണ്. എന്നാൽ മുത്തശ്ശൻ അപ്പോൾ സിയയുടെ അടുത്ത് വന്ന ലീയുടെ വീട്ടിലേക്ക് താമസം മാറി എങ്ങനെയെങ്കിലും ജിയാനെ അടിച്ച് പുറത്തു കളയണം, എന്നിട്ട് ലീയുടെ മനസ്സിൽ കയറി പറ്റണം എന്ന കാര്യം പറയുന്നു. പക്ഷെ ഇവൾക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. എന്നാൽ മുത്തശ്ശൻ ഇവളെ എങ്ങനെയെങ്കിലും ലീയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നൊരു ലക്ഷ്യമാണ് ഉള്ളത്. കാരണം ഇവളുടെ ഫാമിലി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഇവൾ ചെറുതായിരുന്നപ്പോൾ വലിയൊരു അപകടം സംഭവിച്ച് ആ ഒരു ഫാമിലിയിലുള്ള വ്യക്തികളൊക്കെ മരണപ്പെട്ടു. അതിനുശേഷമാണ് ഇവളെ മുത്തശ്ശൻ
ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങിയത്. സോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സെന്റിമെന്റിൽ സംസാരിക്കുമ്പോൾ ഇവളെ മുത്തശ്ശനോട് താൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവളിപ്പോ നേരെ ഇവരുടെ വീട്ടിലേക്ക് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ അത് ജിയാന് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലീക്ക് ഇവളെ കാണുമ്പോൾ തന്നെ വട്ടുപിടിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് ഇവിടെ താമസിക്കേണ്ടെന്നൊക്കെ ആദ്യം പറയുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോൾ ജിയാനും എന്തായാലും ഇവളോട് താമസിക്കുന്നതിനോട് എതിർപ്പായിരിക്കും. പക്ഷെ ഇവനായിട്ട് ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചില പൊസസീവ്നെസ്സും ജലസും ഒക്കെ ജിയാനിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടല്ലോ. എതിർത്ത് എന്തെങ്കിലും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇവൻ പ്ലേറ്റ് തിരിച്ച് ഉടനെ തന്നെ ജിയയുടെ അടുത്ത് വന്ന് നീ ഇവിടെ താമസിച്ചോ മോളെ, എത്ര നാളോടെങ്കിലും താമസിച്ചോ, നീ അബ്രോഡ് ആയിരുന്ന സമയത്ത് അതിനെ ഒരുപാട് മിസ് ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സ്നേഹപ്രകടനങ്ങൾ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വിചാരിക്കുന്നത് അതൊക്കെ കേട്ട് ജിയാന് നല്ല ദേഷ്യം വരും എന്നാണ്. പക്ഷെ അവിടെ ഭയങ്കര ഹാപ്പിനെസ്സിലിരിക്കുന്ന ഇനി കിട്ടാൻ പോകുന്ന വിജയത്തെക്കുറിച്ചും ലൈഫിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വളരെ സന്തോഷത്തിലിരിക്കുന്ന ജിയാനാണ് ഇവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു എക്സ്പ്രഷൻ ഇടുന്നത് എന്തിനാണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. സോ ലിയും അല്ല ഞാനിപ്പോ ഇതൊക്കെ കാണിച്ചു വിട്ടുന്നത് ആർക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞ് എനിക്ക് കമ്പനിയിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ലിയോ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോൾ അത് കണ്ട് ജിയാൻ അല്ല ഇത്രയും നാൾ കഴിഞ്ഞ് നീ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് പെട്ടെന്ന് ഈ ഒരു സ്നേഹപ്രകടനം നിർത്തിയിട്ട് ഉടനെ അയാൾ അങ്ങനെ മറ്റേ സ്വഭാവം കടിച്ച് ഇറങ്ങിപ്പോയത് എന്തിനാ, അങ്ങനെ അല്ലല്ലോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സിയ അത് പിന്നെ ഞാൻ അബ്രോഡ് പോയത് ചേട്ടനോട് ഒരു വാക്കുപോലും പറയാതെയല്ലേ, അതിന്റെ ദേഷ്യമായിരിക്കും, അത് മാറാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നോടുള്ള സ്നേഹത്തില് ഒരു കുറവും വന്നിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ചിലപ്പോ അതായിരിക്കും റീസൺ എന്നാണ് ജിയാനും വിചാരിക്കുന്നത്. ലീക്ക് ഇവളെ ഇഷ്ടമല്ല എന്ന കാര്യം ജിയാൻ അറിയില്ലല്ലോ. എന്നാൽ അതിനുശേഷം ഇവളെ ഫോൺ എടുക്കുമ്പോൾ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നത് ഇവൾ എപ്പോഴും കാണുന്ന ആ ഒരു മോഡൽസ് പയ്യന്മാരുടെ ലൈവും കാര്യങ്ങളൊക്കെയാണ്. ഇവൾക്ക് ഇങ്ങനെ മോഡൽസിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി ഇവളോട് നീ എന്റെ കൂടെ ക്ലബിലേക്ക് വാ, അവിടെ നിനക്ക് എത്ര മോഡൽസിന് വേണമെങ്കിലും ഞാൻ റെഡിയാക്കി തരാം, നിനക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള പയ്യന്മാരെ കൊണ്ടുവരാം, നമുക്ക് അല്പം എൻജോയ്മെന്റ് ഒക്കെ ആവാം എന്ന് പറഞ്ഞ് ഇവളെ നേരെ ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ജിയ പറയുന്നുണ്ട് ഇത് വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലീ അറിഞ്ഞാലും ലീക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ലാസ്റ്റ് ഡിവോഴ്സും കിട്ടില്ല, ഡിവോഴ്സ് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഒരു പൈസയും ഇവൾക്ക് തന്നെന്നും വരില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ ജിയ പൈസയുടെ കാര്യമായിട്ടൊന്നും നീ വിഷമിക്കേണ്ട, മാത്രമല്ല നീ ഇങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേട്ടൻ നിനക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് തരാൻ സാധ്യതയുണ്ട്, ഒരു ലോഡ് പൈസയും നിന്റെ കയ്യിൽ ഉടനെ തന്നെ എത്തുമോളെ എന്ന് പറയുമ്പോൾ അതിൽ ഇവളെ വീഴാണ്. എങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഇവൾ ആ ഒരു എൻജോയ്മെന്റിനായിട്ട് പോകുന്നു. ഇവൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറേ മോഡൽസിനെയും ഇവളുടെ അടുത്തേക്ക് ജിയ അയക്കുന്നുണ്ട്. ജിയാന അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ഇവൾ നോക്കുമ്പോൾ ഇവളുടെ മുന്നിലുള്ള പയ്യന്മാരെല്ലാം തന്നെ ഒരേപോലെ സിമിലർ ആയിട്ടാണ് ഇവൾക്ക് തോന്നുന്നത്. എല്ലാവരുടെയും കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഏകദേശം സാമ്യമുള്ളതുപോലെ ഇവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അതെന്താ ഇവൾക്ക് അങ്ങനെ തോന്നുന്നു മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവിടെ ഓഫീസിൽ ലീ അസിസ്റ്റന്റിനോട് ഇവൻ എന്തൊക്കെ ചെയ്തിട്ടും ജിയാന് ഇവന്റെ പ്രണയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ താൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷനിലും, അതേപോലെ ഇപ്പോൾ സിയും കൂടി ഇവരുടെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവളെ കൂടെ സഹിക്കണമല്ലോ, അതൊക്കെ ആലോചിച്ച് ആകെ വട്ടായിരിക്കാണ്. അതുകൊണ്ട് തന്നെ ജിയാനെ എങ്ങനെ ഇഷ്ടപ്പെടുത്തും, എന്റെ ഇഷ്ടം എങ്ങനെ അവളെ അറിയിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പെട്ടെന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവന് നൽകിയിട്ട് ബോസ് മാഡം ഫോളോ ചെയ്യുന്ന മാഡം കാണാൻ ആഗ്രഹിക്കുന്ന പയ്യന്മാരുടെ ഡ്രസ്സാണിത്, ഇതെല്ലായിട്ട് നിങ്ങൾ പുള്ളിക്കാരിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്തായാലും മാഡം വീഴാതിരിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്തരം ഡ്രസ്സ് ഒന്നും ഇടുന്നതിനോട് ഇവന് യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊന്നാലും ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവൻ അതിട്ട് കോപ്പറായും കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും സിയ ഇവനെ വിളിച്ചിട്ട് ചേട്ടന്റെ വൈഫ് ചേട്ടനെ ചീറ്റ് ചെയ്തോണ്ടിരിക്കുക, പെട്ടെന്ന് ക്ലബിലേക്ക് എന്ന് പറഞ്ഞ് ലീ ഇപ്പൊ ഈ ഒരു ക്ലബിലേക്ക് വിളിച്ചു വരത്തെ ജിയാൻ അകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ലീക്ക് അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും, ഇവളെ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യും എന്നാണ് ഈ രണ്ടെണ്ണവും പ്രതീക്ഷിക്കുന്നത്. ലീയും നേരെ ജിയാനോട് വന്നാ നീ എന്തായി ചെയ്യുന്നത്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കേണ്ടെന്ന്, അങ്ങനെയാണെങ്കിലും ഞാൻ ഡിവോഴ്സ് ചെയ്യും, നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല, നീ ഒന്നും ഇല്ലാതെ പോകാനാണോ ആഗ്രഹിക്കുന്നത് അപ്പോ എന്ന് ചോദിക്കുമ്പോൾ ജിയാനോ ഒരു ഡിവോഴ്സിന്റെ കാര്യം തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഇതൊക്കെ എന്റെ എൻജോയ്മെന്റ് അല്ലേ, ഞാൻ ഇങ്ങനെ പലതും കാണിക്കും, ഇനിയും കാണിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തോ, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും വേണമെന്ന് ഒരു താല്പര്യമില്ല എന്ന് കണ്ണീര് തുടച്ചുകൊണ്ട് ഇവ വലിയ വായിട്ട് പറയാണ്. ഇവൾ അങ്ങനെ ഒരു ദിക്കാലത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ലീ എന്തായാലും ഡിവോഴ്സ് ആണല്ലോ ഇവൾക്ക് നൽകേണ്ടത്. പക്ഷെ ഇവർ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അവിടെ നടക്കുന്നത്. ലീ പെട്ടെന്ന് മുട്ടുകുത്തി നിന്ന് ഇവളോട് യാചിക്കാണ്, ഞാൻ കാല് പിടിക്കാം, നീ എന്നോടൊപ്പം വീട്ടിലേക്ക് നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം എന്ന് പറയാണ്. മാത്രമല്ല ഇവ നോക്കുമ്പോൾ അവിടെയുള്ള പയ്യന്മാരെ എല്ലാം തന്നെ ഏകദേശം സാമ്യമുള്ളവരാണ്, നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, അവരുടെ ലുക്ക് ഇവനുമായിട്ട് സാമ്യമുള്ളത് പോലെയാണ് ഇവന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും ഇവള് ഈ ഒരു പയ്യന്മാരെയൊക്കെ നിയമിച്ചത്, തന്നോടുള്ള ഇഷ്ടം കാരണമായിരിക്കും, തന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചോ ഒന്നും നോക്കുന്നില്ല, ഇവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇവർ രണ്ടുപേരും വിചാരിച്ച പോലെ ഒന്നുമേ അല്ല കാര്യങ്ങൾ നടന്നത്, ഇവരുടെ പണി പാളി. അതിനുശേഷം ലീ ഇവളെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവൻ ധരിച്ചിരിക്കുന്ന ആ ഒരു ഷർട്ട് ഊരി കാണിച്ചിട്ട് നിനക്കിത് ഇഷ്ടപ്പെട്ടോ, ഇതല്ലേ നിനക്ക് ഇഷ്ടം, ഇത് തന്നെയല്ലേ നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ലീ ഇവളെ കിസ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഇവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇവൻ എന്തിനാണ് ഇങ്ങനെ തന്നോട് പെരുമാറുന്നതെന്ന് ഇവൾക്ക് പിടിയിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തട്ടി മാറ്റി കളയാണ്. ലീക്കും ഒരു ഡൗട്ട് വരുന്നുണ്ട്, ഇവളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് പേടിപ്പിച്ചോ എന്ന രീതിയിൽ. ജിയാൻ ഇവനെ ഫേസ് ചെയ്യാനാവാതെ ഞാൻ മുറിയിലേക്ക് പോവാണ്, ഞാൻ ഒരുപാട് ടയർഡാണ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ലീ പെട്ടെന്ന് ഇവളെ വിടാതെ അവിടെ പിടിച്ച് കിടത്തിയിട്ട് ഇവനും ഞാനും നല്ല ടയർഡാ, നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറയുമ്പോൾ ഇവളെ അത് പറ്റില്ല, തനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ലീ
എങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് നീ എന്റെ ഡ്രസ്സെങ്കിലും ഊരാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യേ, എനിക്ക് അതിന് പോലും വയ്യ എന്ന് പറയുമ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഇവള് ഗതിയിട്ട് ഇവന്റെ ഡ്രസ്സ് ഇവനെ നോക്കാതെ തന്നെ ഊരി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇവള് എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ബട്ടൺ അഴിക്കാനായിട്ട് പറ്റുന്നില്ല. അതാണെങ്കിൽ കട്ടിയില്ലാത്ത ഡ്രസ്സും കൂടി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് കുറച്ച് ബലം പ്രയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു ഷർട്ട് കയറി പോവാണ്. ഇവളും പെട്ടെന്ന് ഇവനോട് ക്ഷമ ചോദിച്ച്, നിങ്ങളൊരു കമ്പനിയുടെ സിഇഒ അല്ലേ, ഇത്രയും വൃത്തിയുടെ ഡ്രസ്സൊക്കെയാണോ ധരിക്കേണ്ടത്, ഇതൊക്കെ ഇടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ട് നിസ്സാരപ്പെട്ടതൊന്നല്ല, 50,000 രൂപയുടെ സാധനമാണ് എന്ന് പറയുമ്പോൾ ഇവളെ ഷോക്കായി. ഇതെന്തായാലും ഞാൻ തരാൻ പോകുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്കണ്ട, വേണമെങ്കിൽ പകരം നിങ്ങൾ എന്റെ ഡ്രസ്സ് കീറിക്കോ എന്ന് പറയുമ്പോൾ ഇവനും അത് കീറുന്ന പോലെ ഇവളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കാണ്. പക്ഷെ അവരങ്ങനെ പിടിവലി കൂടുമ്പോൾ ലീ യഥാർത്ഥത്തിൽ ഇവളുടെ ഡ്രസ്സ് കീറണമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാൽ അബദ്ധവശാല് ഇവളുടെ ഡ്രസ്സ് കീറി പോവാണ്. അതുകൊണ്ട് ഇവന് ഭയങ്കര നാണക്കേടാവുന്നു. വീണ്ടും എടുത്തു ചാടി പ്രവർത്തിച്ചോ എന്നൊരു ചിന്ത വരെയാണ്. സോ ഇവളുടെ മുന്നിൽ നിൽക്കാനാവാതെ ഞാൻ ബാത്റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി പോവാണ്. ഇവൾക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. ജിയാൻ ഉറക്കം എഴുന്നേക്കുമ്പോൾ ഞാൻ കാണുന്നത് ലീ ഇന്നലെ അവന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വെച്ച് ഇവളുടെ ഡ്രസ്സ് കയറിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഡ്രസ്സ് ഇവൾക്ക് ഇപ്പോൾ എത്തിച്ച് നൽകിയിരിക്കുകയാണ്. ക്ഷമ ചോദിച്ച ഒരു നോട്ടും ഇവളുടെ കയ്യിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യം ഇവൾക്ക് ഇതെന്തിനാണ് ഇവൻ തന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം ഇവൾക്ക് അത് കാണുമ്പോൾ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ലീ നൽകിയിരിക്കുന്നതെല്ലാം തന്നെ നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. സോ ഇവൾക്ക് ഇത് കണ്ട് ഭയങ്കര ദേഷ്യം വരാണ്. ഇവളുടെ ഡ്രസ്സിംഗ് സെൻസ് മോശമായതുകൊണ്ടാണ് ഇവൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഏർപ്പാടാക്കിയത് എന്ന രീതിയിൽ. പക്ഷെ അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ കിട്ടാണ്. എന്തായാലും ഈ പണക്കാരൊക്കെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ പുലർത്തുന്നവരാണ്. പക്ഷെ താൻ അത് തെറ്റിച്ച് വളരെ മോശമായിട്ട് ഡ്രസ്സിംഗ് ചെയ്ത് കമ്പനിയിലേക്ക് ചെന്നാല് ലീ എല്ലാവരുടെ മുന്നിൽ നാണം കെടും. അവനത് ഭയങ്കര ഇൻസൾട്ട് ആയിരിക്കും. എത്രയും പെട്ടെന്ന് ഇവൾക്ക് ഡിവോഴ്സും കൊടുക്കും. അത് തീരുമാനിച്ച് ഇവള് വളരെ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സിങ്ങും ചെയ്ത് ലീയുടെ കമ്പനിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ ആ സമയം ലീ വളരെ ഗൗരവത്തില് ഇവന്റെ സ്റ്റാഫിനോട് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവള് ചാടിത്തുള്ളേ ഹണി സ്വീറ്റി എന്നൊക്കെ വിളിച്ച് വളരെ കൊഞ്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളുടെ ആ ഒരു കോലം കണ്ട് ഇവൻ ഭയങ്കര ഷോക്കായി പോകുന്നു. നീ എന്ത് ഡ്രസ്സായി ധരിച്ചിരിക്കുന്നത്, ഞാൻ നിനക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തന്നതല്ലേ, അതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതൊക്കെ വലിയ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾ ഇടുന്നതല്ലേ, അതൊക്കെ ചേരുന്നത് അവർക്കാ, ഞാനൊരു നാടൻ പെൺകുട്ടിയല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ ധരിക്കുന്നതാ ഇഷ്ടം, ഇതെന്താ നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവൾ പറയുന്നത് കേട്ട് ഇവന് പെട്ടെന്നൊരു കാര്യം ക്ലിക്ക് ആവുകയാണ്. ഇവൻ വാങ്ങിക്കൊടുത്തത് കുറച്ച് മോഡേൺ ഡ്രസ്സാണ്. അതൊന്നും ഇവൾ അധികം ധരിച്ചു കാണാത്ത ഒരു ടൈപ്പാണ്. പക്ഷെ ഇവൾ പറയുന്ന വലിയ വീട്ടിലെ പെണ്ണുങ്ങള് സി ആയിരിക്കില്ലേ, അവള് ഏകദേശം ഞാൻ വാങ്ങിച്ച ആ ഒരു ഡ്രസ്സ് പോലെയല്ലേ ഡ്രസ്സിംഗ് നടത്തുന്നത്, അതിന്റെ പേരിലായിരിക്കും ഇവള് ഇത്രയും മോശം രീതിയിൽ വേഷം ധരിച്ചെത്തിയത്. അങ്ങനെ ആണെങ്കിലും ഇവളെ ആദ്യമായിട്ടല്ലേ ഹണി സ്വീറ്റി എന്നൊക്കെ വിളിച്ചത്, അങ്ങനെ ഇതിനു മുന്നേ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇവനത് കേട്ട് ഭയങ്കര സന്തോഷമാവാണ്. ഇവൾക്ക് ഇവനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ലീ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് മെമ്പേഴ്സിനോട് സോറി ഒന്നും വിചാരിക്കണ്ട, ഇതെന്റെ വൈഫാണ് എന്ന് പറഞ്ഞ് ഇവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ ഉള്ളവർക്ക് ഇവളുടെ പെരുമാറ്റവും ഡ്രസ്സിങ്ങും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും ബോസിന്റെ വൈഫാണല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അവളെ പുകഴ്ത്തി സംസാരിക്കേണ്ടി വരുന്നു ഇവനോട്. എന്നാൽ അതൊക്കെ കണ്ട് ഇവളെ നന്നായിട്ട് പെട്ടു. കാണിച്ച കോപ്രായങ്ങൾ എല്ലാം വെറുതെ ആയിരിക്കാണ്. ഇവളെ വിചാരിച്ച രീതിയിലുള്ള പ്രതികരണമൊന്നുമല്ല ലീയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിനുശേഷം ഇവളും നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ റൂം ഫുള്ള് മന്ത്രങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ലീ അങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവളും ഉറങ്ങിയെന്ന് നടിച്ച് കിടക്കുന്നു. ലീയും അങ്ങോട്ടേക്ക് വന്ന് ഇവൾ ഉറങ്ങുന്നത് കണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയത് കണ്ട് ഇവളും വിചാരിക്കുന്നത് ഇവളെ വിചാരിച്ചതുപോലെ ഇവൾ ഉറങ്ങിയത് കണ്ടിട്ട് പുള്ളി സിയുടെ റൂമിലേക്ക് പോയതായിരിക്കും, അവളോടൊപ്പം കിടക്കാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഇവളും വളരെ കൂളായിട്ട് കയറി കിടക്കാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ലീ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവളുടെ അടുത്ത് തന്നെ വന്ന് കിടക്കാണ്. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് പോയത്. പക്ഷെ ഇവിടെ ഫുള്ള് മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇനി ഇവളെ പേടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവളെ കൂൾ ആക്കാനായിട്ട് ഇവൾക്ക് പൈസ ഒരുപാട് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ 8 മില്യൺ ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു മെസ്സേജ് സൗണ്ട് കേട്ടാണ് ഇവള് ചാടി എഴുന്നേൽക്കുന്നത്. മാത്രമല്ല ഇവൻ അടുത്ത് വന്നത് കൊണ്ടും ഇവള് നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. സോ ഇവനോട് അല്ല ഇപ്പോൾ ഇത്രയും പൈസ എന്നാൽ എനിക്ക് തന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലീ ഇവളോട് നിനക്ക് പൈസ ഇഷ്ടമല്ലേ, എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, അതുകൊണ്ട് നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ലീ ഇവളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ലൈറ്റ് ഓൺ ചെയ്യുന്നു. അപ്പോഴേക്കും മുകളിൽ ഫുള്ള് സ്റ്റാർസ് വരുന്ന രീതിയിൽ, ഗോൾഡൻ സ്റ്റാർസ് വരുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത്. അത് ഇവൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഉടനെ തന്നെ ഇവനോട് ചോദിക്കുന്നത് ഈ ഗോൾഡൊക്കെ നമുക്ക് കൈക്കലാക്കാൻ പറ്റുമോ, കത്തി എടുത്തോണ്ട് വരട്ടെ എന്നാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ലീ ശ്രമിച്ചത്. പക്ഷെ ഇവളോട് അതൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അതിനുശേഷം നമ്മളെ പറ്റുന്നതാണ് കാണുന്നത്. ഇവളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് ലെറ്റേഴ്സ് കിട്ടാണ്. അതിലെല്ലാം തന്നെ ഫുൾ ക്യാഷ് ആണ്. ലീ ഇവൾക്ക് അങ്ങനെ കുറെ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ഇവളെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റും, സ്വർണ്ണം കൊണ്ടായാലും പൈസ കൊണ്ടായാലും അതേ രീതിയിൽ ആ ഒരു വീട് ഫുള്ള് അറേഞ്ച് ചെയ്ത് ഇവൾക്ക് വലിയൊരു സർപ്രൈസ് തന്നെ നൽകിയിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ സിയ കാണാണ്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണല്ലോ ഇവര് റൊമാൻറ്റിക് ആവുന്നതും ഹാപ്പി ആവുന്നതും ഒക്കെ. അതൊക്കെ സിയക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് അല്ല ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയാനും ഒന്നും മനസ്സിലാവാതെ ലീക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു സന്തോഷത്തിന് പുറത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞ് കുറെ സ്റ്റിക്കർ വാരിക്കോരി അയക്കാണ്. അത് കണ്ട് സിയ ചേട്ടനെ ആരും കിഡ്നാപ്പ് ചെയ്തെന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ പുള്ളി ഇങ്ങനെ ഈ സ്റ്റിക്കർ അയക്കുന്നത്, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ജിയ അത് എനിക്ക് ലീ എപ്പോഴും അയക്കാറുള്ളത് തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൾ ആ ഒരു ചാറ്റ് വാങ്ങി നോക്കുമ്പോൾ അതിൽ ലീ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവളോട് സംസാരിച്ചിട്ടുള്ളത്. അത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവൾക്ക് ഒരു തവണ പോലും അവൻ അങ്ങനെ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. എങ്കിലും ഇവൾ ജിയാനോട് ചിലപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നിന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ജിയാനും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും എന്ന്
തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവളെപ്പോലൊരു വ്യക്തിയെ എങ്ങനെയാണ് ലീ ഇഷ്ടപ്പെടുന്നത്, അതൊരിക്കലും സാധ്യമല്ല എന്നാണ് ജിയാന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസം. മാത്രമല്ല സിയ അവര് ഹൈ ക്ലാസ് ഫാമിലി ആണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചാറ്റുകളൊന്നും ഞങ്ങൾക്കിടയിൽ വരാറില്ല. ചിലപ്പോൾ നീ ലോ ക്ലാസ് ആയതുകൊണ്ടായിരിക്കും ചേട്ടൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അത് അതേപടി ജിയാനും വിശ്വസിക്കുന്നു. സോ ഇവർ ഇത്രയും നാളും കാണിച്ചതുകൊണ്ട് ഒന്നും തന്നെ ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് തന്നെ അടുത്തൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ജോത്സ്യം വന്നിട്ട് ലിയോയുടെ ചുറ്റിനും ഫുൾ നെഗറ്റീവ് എനർജിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ദാമ്പത്തിക ജീവിതം അത്ര നല്ല രീതിയിലല്ലോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമായി തോന്നുന്നത് കൊണ്ട് തന്നെ ഇവൻ അതിൽ ചെറിയൊരു വിശ്വാസം ആവുന്നുണ്ട്. സോ ഈ ജോത്സ്യൻ ലിയോട് ഇവന്റെ കൂടെ ഇവന്റെ വൈഫ് തുടരുകയാണെങ്കിൽ അത് ഇവന്റെ ജീവിതം തന്നെ തകർക്കുന്ന കാര്യമാണ്, എത്രയും പെട്ടെന്ന് അവൾ അകറ്റി നിർത്തണം എന്ന് പറയുമ്പോൾ ജിയാനും സിയും പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ആ ഒരു ജോത്സ്യൻ ആ കാര്യങ്ങളൊക്കെ ലിയോട് പറയുന്നത്. പക്ഷെ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്ത് അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു പോയി, പക്ഷെ എനിക്ക് അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവനാണ്, എങ്കിൽ പിന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് അതിൽ തന്നെ ഇവളെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ലീക്ക് ഇയാൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വിശ്വാസം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇവളെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞ കാര്യം അതെന്തായാലും ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇയാളോട് എനിക്കൊരു പണിയുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. അതുകൊണ്ട് സി എം ജിയാനോട് അല്ല ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ല ഇതൊന്നും നടക്കില്ലെന്ന് എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ ഞാൻ ഇതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത് നമ്മൾ എന്തായാലും പുള്ളിയെ കൊണ്ട് വിശ്വസിപ്പിക്കും എന്ന് തീരുമാനിച്ച രണ്ടെണ്ണം കൂടി ലീക്കുള്ള ഫസ്റ്റ് ഐഡിയ ആയിട്ട് ഇപ്പോൾ ഇവന്റെ വണ്ടി കംപ്ലൈന്റ് ആക്കിയിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു വണ്ടി കേടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഡ്രൈവറെ ചെയ്ത് വിളിച്ചിട്ട് കുറച്ച് ദൂരം അല്ലേ നടക്കാനുള്ളൂ എന്ന് വിചാരിച്ച് നടന്ന് തന്നെ ഇറങ്ങി പോവാണ്. അവൻ ആ ഒരു കാര്യം നോർമലായിട്ട് സംഭവിച്ചതാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവരാണ് അതിന്റെ പിറകില്. അത് മാത്രമല്ല പെട്ടെന്നുണ്ടാവുന്ന അപകടങ്ങൾ അവനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇവര് ലീ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്ലാസിന്റെ ഒരു സംഭവം തറയിൽ തള്ളിയിട്ട് അവനെ പീഡിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് തലയിൽ ചെന്നിടിച്ച് ഇവന് നല്ല ബ്ലീഡിംഗ് ആവുന്നുണ്ട്. ഇവർ അവനെ വേദനിപ്പിക്കാനല്ല പീഡിപ്പിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ലീക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അകത്തേക്ക് വരുന്ന ടൈമില് ഇവൻ ഷൂ മാറ്റി വീട്ടിലിരുന്ന് ആ ഒരു ചെരുപ്പ് എടുത്തിടുമ്പോൾ അതാണെങ്കിൽ കീറി ഫുള്ള് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതും വളരെ കാഷ്വൽ ആയിട്ട് എടുത്ത് ഇവൻ വെള്ളം കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് വിനെഗറിന്റെ ടേസ്റ്റ് ആണ്. വെള്ളം പോലും നേരെ ചൊവ്വേ കുടിക്കാൻ പറ്റുന്നില്ല. ഒരു റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് അവിടെ നിന്ന് ഇവൻ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തെന്നി തറയിൽ വീഴാണ്. സോ അതും കൂടെ കാണുമ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഇവന് കിട്ടുന്നതൊക്കെ കണ്ടാക്ഷനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെ പെട്ടെന്ന് ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ജിയാനായിട്ട് ഇനി തുടർന്നു കഴിഞ്ഞാൽ ഇവന് അപകടങ്ങൾ സംഭവിക്കുന്ന അയാൾ പറഞ്ഞിരുന്നല്ലോ. സോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി അയാൾ പറഞ്ഞത് ശരിയായിരിക്കോ, ഇനി ജിയാൻ ഇവന്റെ ബാഡ് ലക്ക് വല്ലതും ആയിരിക്കോ എന്നൊരു തോട്ട് ഇവന് വരുന്നു. അത് കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷേ ഈ അടുത്ത നിമിഷം തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇവനായിട്ട് ഡിവോഴ്സ് കൊടുത്താൽ മാത്രമാണല്ലോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് പുറത്തു പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ റെസ്റ്റ് ഓഫ് ലൈഫ് ഞാൻ അവളെ സഹിക്കും, അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന സന്തോഷത്തിൽ ഇവൻ കിടന്ന് ശരിക്കാണ്. ഇവനായിട്ട് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല, എന്ത് വന്നാലും ഡിവോഴ്സ് കൊടുക്കില്ല എന്ന രീതിയിൽ. സോ ഇവനെ കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ ടോർച്ചർ ചെയ്യാനായിട്ട് സിയ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ലീക്ക് ഇരുട്ട് പേടിയുള്ള സംഭവമാണ്. മാത്രമല്ല ഇരുട്ട് അവന് കാശ് ശക്തിയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പണിയെടുക്കാം എന്ന് പറയുമ്പോൾ ജിയാന് അതിനോട് വലിയ താല്പര്യമില്ല. ഒരാളുടെ വീക്ക്നെസ് വെച്ച് കളിക്കുന്നത് ശരിയാണോ, നിനക്ക് ശരിക്കും ലീയെ ഇഷ്ടമാണോ, ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് ക്രൂരായിട്ട് പെരുമാറാൻ സാധിക്കോ, എനിക്ക് എന്തായാലും കുറച്ച് പേടിയുണ്ട് എന്ന് ജിയാൻ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് സാധിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റും, ഞാൻ എന്തായാലും ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവൾ ആ ഒരു പവർ ഓഫ് ചെയ്യാണ്. എന്നാൽ അത് ജിയാൻ അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. മുകളിലാണെങ്കിൽ എന്തൊക്കെയോ സൗണ്ടും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ ലീയെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി ഓടാണ്. അവനെങ്ങാനും മരിച്ചു പോയാൽ ഇവളുടെ നല്ലൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ നഷ്ടപ്പെടാൻ പോകുന്നത്. ആ രീതിയിലൊക്കെ ഇവൾ വന്ന് നോക്കുമ്പോൾ ലീ അവിടെ മിന്നാമിനിങ്ങിന്റെ കൂട്ടത്തിൽ തറയിൽ വീട് കിടക്കുന്നതാണ് കാണുന്നത്. ഇവന് പെട്ടെന്ന് എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ലീ പെട്ടെന്ന് ഇവളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇവരുടെ മുകളിലൂടെ എടുത്ത് മൂടാണ്. ആ ടൈമിൽ ഇവന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണ ആ ഒരു ജാറിൽ നിന്ന് കുറച്ച് മിന്നാമിനിങ്ങൾ ഇവർക്ക് ചുറ്റും കിടന്ന് പറക്കുന്നു. ശരിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലീ കറണ്ട് പോകുന്നതിന് കുറച്ച് മുന്നെയാണ് ഇവളെ കാണിക്കാൻ വേണ്ടി ഇതും പ്രിപ്പയർ ആക്കിക്കൊണ്ട് വന്നത്. അത് കണ്ടാൽ അവൾക്ക് ഒരുപാട് സന്തോഷമാവുമെന്ന് ഇവനറിയാം. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ആ ഒരു കാര്യം ചെയ്തത്. പക്ഷെ കറക്റ്റ് സമയത്താണ് കറണ്ട് പോകുന്നതും ഇവൻ അവിടെ തപ്പി തടഞ്ഞ് വീഴുന്നതും. ലീയും ഇപ്പോൾ ഉടനെ തന്നെ തലയിലുള്ള ആ ഒരു ജാർ എടുത്ത് ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ കണക്ട് ആവുകയാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ ലീക്ക് പരിക്ക് പറ്റിയ സമയത്ത് ഇവളെ ബാൻഡേജ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നതും ഒട്ടിച്ചു കൊടുക്കുന്നതൊക്കെ. അതിനുശേഷം ഇവളുടെ റൂമിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ലീക്ക് അന്നും രാത്രിയിൽ കാഴ്ചക്കുറവ് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. സോ തനിക്ക് വഴിയൊന്നും കാണാൻ പറ്റില്ല എന്ന് ലീ പറയുമ്പോൾ ഇവള് ഉടനെ തന്നെ ഇവളുടെ കയ്യിൽ ഇവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലൈറ്റ്സ് ഒക്കെ വെച്ചുള്ള ഒരു ജാർ എടുത്ത് നൽകുകയാണ്. ഇവന് മുന്നിൽ പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നു. സോ അങ്ങനെ ഒരു നല്ല മെമ്മറി ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കാര്യത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്തിട്ട് രണ്ടാളും ഒരേപോലെ റൊമാൻറ്റിക് ആയിട്ട് പ്രത്യേകിച്ച് ലീ ഇവളുടെ അടുത്തേക്ക് കിസ് ചെയ്യുന്ന പോലെ വരെയാണ്. വളരെ ക്ലോസ് ആയി പോകുന്നു. എന്നാൽ ഉടനെ തന്നെ ജിയാന് ബോധോദയം ഉണ്ടായിട്ട് അതിനെ സമ്മതിക്കുന്നില്ല, എഴുന്നേറ്റ് മാറുകയാണ്. ഇവളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇവനോട് ഇഷ്ടമുണ്ട് എങ്കിൽ പോലും ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, ആണുങ്ങൾ അങ്ങനെയുള്ളവരാണ്, ചതിക്കും, ഒരാളെ ലൈഫിൽ വിശ്വസിക്കാൻ പാടില്ല, പൈസയാണ് വലുത് എന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവളുടെ അനുഭവങ്ങളിൽ നിന്ന് ഇവൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പാഠങ്ങൾ. ആ ഒരു കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് തന്നെ പൈസയാണ് എന്റെ ജീവിത ലക്ഷ്യം, അത് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവളെ തന്നെ മൈൻഡ് മാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് ഈ മിന്നാമിനിങ്ങിന്റെ സീസൺ അല്ലാതിരുന്നിട്ട് പോലും നിങ്ങൾക്ക് എങ്ങനെ ഇത്ര എണ്ണത്തിന് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ജിയാനെ ഇവനോട് ഇഷ്ടം തോന്നിപ്പിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ, ഇവനോട് കൂടുതൽ അടുപ്പവും
കാര്യങ്ങളൊക്കെ തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ ഒരു മെമ്മറി പുതുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യഥാർത്ഥ മിന്നാമിനുങ്ങളെ പിടിക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവൻ അതിന് പറ്റാത്തത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു അസിസ്റ്റന്റിനെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചത്. പക്ഷെ ഇവളോട് പറയുന്നത് ഇത് അത്യാവശ്യം കഷ്ടപ്പെട്ട് ഇവൻ തന്നെ ഒപ്പിച്ചതാണ് എന്നാണ്. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത് ലീ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ സിയ ഇവനോട് കൊഞ്ചിക്കൊണ്ട് ഓടിച്ചെല്ലാണ്. പക്ഷെ ജിയാൻ ഇപ്പോഴും ഇന്നലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഇവനെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇവളുടെ മനസ്സ് തന്നെ കൺട്രോൾ ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ലീ സിയെ മൈൻഡ് ചെയ്യാതെ ജിയാനോട് വന്ന് ഇനി നമുക്ക് ഡിന്നറിന് പോയാലോ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് വളരെ രഹസ്യമായിട്ട് പറഞ്ഞ് സിയയുടെ അടുത്ത് ഇത് ജസ്റ്റ് ഒരു നോർമൽ ഡിന്നറാ, ഞാനും ജിയാനും മാത്രമേ പോകുന്നുള്ളൂ, നിന്നെ കൊണ്ടോ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. സോ അത് കണ്ട് സിയ ഇവളോട് വന്ന് അല്ല എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കും ഒന്നും പിടിയിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് ചിലപ്പോൾ ലീനി ഇവരെയൊക്കെ പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ കളിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല, നീ പുള്ളിയെ സെഡ്യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ ജിയയ്ക്ക് നല്ല ടെൻഷനും ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ട്. എന്നാൽ ജിയാൻ നിനക്ക് ലിയ വേണമെങ്കിൽ നീ ഇപ്പൊ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ജിയം സമ്മതിച്ച് ഇപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം ഒക്കെ ധരിച്ച് ലിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അവരുടെ ഡോറിന് പുറത്ത് വന്ന് ജിയ അവർക്ക് ആവശ്യമായിട്ടുള്ള റൊമാൻറ്റിക് മ്യൂസിക് പ്ലേ ചെയ്യും. ഇവളോട് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അകത്തേക്ക് വിടുകയാണ്. ഇവളും നേരെ ലിയുടെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്തോരം ചേട്ടനെ അബ്രോഡ് ആയിരുന്ന സമയത്ത് മിസ് ചെയ്തെന്നറിയോ, എനിക്ക് ചേട്ടനോടുള്ള ഇഷ്ടം എന്റെ ആത്മാർത്ഥമാണെന്ന് അറിയോ എന്ന് പറഞ്ഞ് വളരെ വൾഗറായിട്ട് സംസാരിച്ച് ഇവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ലീ പക്ഷെ വളരെ നോർമലായിട്ട് ഇവനും ഇവളെ 2 വർഷം മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ പുറത്ത് അതിന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജിയാൻ പ്ലേ ചെയ്യാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്. പക്ഷെ ഇതിപ്പോ എവിടെ നിന്നാ കേൾക്കുന്നതെന്ന് ലീക്ക് പിടിയിട്ടുന്നില്ല. ലീയും കൂടെ ഇപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ഇടയിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി എന്തായാലും ഇന്ന് തന്നെ അവർ ഒരുമിക്കും, ഇവളുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാവും എന്ന് വിചാരിച്ച് ഇവള് ഭയങ്കര തകർത്ത് സന്തോഷത്തിലാവുകയാണ്. അതിനിടയ്ക്ക് ഇവളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ അറിയാതെ തട്ടി പാട്ട് മാറി പോകുന്നു. റൊമാൻസ് മാറി സിബ്ലിങ്സ് തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചുള്ള ഒരു സോങ് ആണ് അവിടെ പ്ലേ ആവുന്നത്. സിയക്കത് കിട്ടി നല്ല ദേഷ്യം വരാണ്. ഇവന്റെ മനസ്സിൽ അല്ലാതെ തന്നെ ഇവൾക്ക് സിസ്റ്ററിന്റെ സ്ഥാനമാണല്ലോ ഉള്ളത്, അത് മാറ്റാനാണ് ഇവൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു പാട്ടും കൂടെ. പക്ഷെ ജിയാൻ ഇത്ര ശ്രമിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നില്ല, മാറ്റാനും പറ്റുന്നില്ല, ഫോൺ ഹാങ് ആയി പോയി. എങ്ങനെയൊക്കെയോ അത്യാവശ്യം കഷ്ടപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവൾ ആ ഒരു പഴയ പാട്ട് പ്ലേ ചെയ്യുന്നു. സിയം വീണ്ടും റൊമാൻറ്റിക് ആവാനായിട്ട് ആരംഭിക്കുന്നു. എന്നാൽ ജിയാന്റെ ഫോണിൽ വീണ്ടും ആ ഒരു പഴയ പാട്ട് തന്നെ പ്ലേ ആവുകയാണ്, ആ ഒരു സിബ്ലിങ്സിന്റെ സോങ്. സോ നല്ല ദേഷ്യം വന്ന സിയയ്ക്ക് ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടാണ് ആ ഒരു പാട്ട് കേട്ട്. പക്ഷെ ലീ ആണെങ്കിൽ ഇവൾ എന്തായി ചെയ്യുന്നത് എന്ന മട്ടിലാണ് ഉള്ളത്. സിയ ഭയങ്കര ദേഷ്യത്തില് ഇവളെ കൊണ്ട് ഇത് ഇന്ന് പറ്റില്ല എന്ന രീതിയിൽ അവിടെ തളർന്ന് വീടാണ്. ലീയും സിയയുടെ അടുത്ത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ സിയ ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര തളർന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വന്ന കാര്യം ഒന്നും നടന്നില്ല. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. ഇന്നലെ ജിയാൻ പ്ലേ ചെയ്തിരുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതിൽ അവിടെ നിന്നോ രാവിലെ തപ്പിയെടുത്ത് ഇവളുടെ അടുത്തോണ്ടൊന്ന് പ്ലേ ചെയ്തിട്ട് ഈ പാട്ട് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഇവളാണ് ഇന്നലെ ഒരു സോങ് പ്ലേ ചെയ്തു എന്ന് ഇവന് മനസ്സിലായോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി അയ്യോ ഞാനല്ല ഇന്നലെ ഈ മ്യൂസിക് പ്ലേ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഇവളെ ഇതുവരെ ഇവന് സംശയമേ ഇല്ലായിരുന്നു. എന്നാൽ ഇവളായിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ കൺഫേം ആവുന്നു. പക്ഷേ സിയയുടെ ആ ഒരു കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ആ ഒരു സോങ് മാറ്റിയത് കാരണം. അതുകൊണ്ട് തന്നെ ഇവനെ രക്ഷപ്പെടുത്താനായിരിക്കും ഇവൾ ആ ഒരു സോങ് മാറ്റിയത് എന്ന രീതിയിലാണ് ഇവൻ ആ ഒരു കാര്യം എടുക്കുന്നത്. ഇവനെ രക്ഷപ്പെടുത്താനാണ് ഇവൾ ആ ഒരു പാട്ട് മാറ്റിയത് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി പോകുന്നു. അതിനുശേഷം ഇവള് സിയുടെ അടുത്ത് വന്ന് ഇന്നലത്തെ രാത്രി കൊളമാക്കിയതിന് മാപ്പ് ചോദിച്ചിട്ട് വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്ക് എടുത്ത് കൊടുക്കുമ്പോൾ സിയം ഭയങ്കര ദേഷ്യത്തിൽ ഇവളെ തല്ലാനായിട്ട് പോകുന്നു. പക്ഷെ ജിയാന് ഉടനെ ഒരു ഐഡിയ ാണ്. അതായത് ഇന്നലെ സിയ സെഡ്യൂസ് ചെയ്യാൻ ചെന്നിട്ട് ലീവളെ പുറത്താക്കോ അങ്ങനെ എതിർത്തൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഐഡിയ എന്തായാലും വർക്ക്ഔട്ട് ആവും എന്ന് പറഞ്ഞ് ഇപ്പോൾ ജിയാൻ സിയും വിളിച്ചുകൊണ്ട് ഒരു ലാബിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ലിയെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ഏതോ ഒരു ഡ്രഗ് ഇവരിപ്പോൾ നിർമ്മിച്ചിരിക്കുകയാണ് ഒരു കാൻഡിലിന്റെ രൂപത്തിൽ. അത് വെച്ചിട്ട് അവനെ മയക്കാനായിട്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത കാൻഡിലൊക്കെ കത്തിച്ച് സിയ ഇപ്പോൾ ലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ലീ ഇവളെ കാണുമ്പോഴേ ഓ ശല്യം ഇന്നെന്തിനുള്ള പുറപ്പാടാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇവളും ആ ഒരു കാൻഡിൽ മനഃപൂർവ്വം തന്നെ ഇവനെ കൊണ്ട് സ്മെൽ ചെയ്യിപ്പിക്കാനായിട്ട് ഇത് നല്ല സ്മെല്ലുണ്ടല്ലോ ചേട്ടാ ഒന്ന് മണത്തൊക്കെ എന്ന് പറഞ്ഞ് അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഇവനും ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇവനത് മണത്ത് നോക്കാനായിട്ട് അധികം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും അത് മണപ്പിച്ച് കാണിച്ച് അവനെ കൊണ്ട് മണപ്പിക്കുകയാണ്. അല്ല ഇത് എന്താ സംഭവം, എന്താ ഈ മണം എന്ന് ലീ ചോദിക്കുമ്പോൾ ഇവള് ആ ഒരു മറുപടി പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. അതിനു മുന്നേ തന്നെ ലീ ബോധം പോയി വീഴാണ്. സിയയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ബോധം പോയതെന്ന്. ബോധം പോകാനുള്ള മരുന്ന് ആയിരുന്നില്ല ഇത്. സോ ഇവള് പെട്ടെന്ന് ജിയാനെ വിളിച്ച കാര്യം പറയുമ്പോൾ ജിയാൻ ഇത് ചിലപ്പോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും, നീ ആയിട്ട് തന്നെ എല്ലാം തുടങ്ങി വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകുമ്പോൾ ഇവളും അതിന് റെഡി ആയിട്ട് അതിലേക്ക് കടക്കാൻ പോകുന്നു. പക്ഷെ അതിനു മുന്നേ ഇവളും അവിടെ വാഴ വെട്ടിയിട്ട് പോലെ വീഴാണ്. അത് കണ്ട് ജിയാൻ ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാ ബോധം പോയത് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ പ്ലാൻ പാഴാവാൻ പാടില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവരൊന്നായിരുന്നു ഇന്നലെ എന്ന് കാണിക്കാനായിട്ട് ജിയാൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇവള് ഒന്നും അറിയാത്ത പോലെ രാവിലെ വന്ന് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരു ഭാര്യയുടെ ദുഃഖം അറിയിക്കണമല്ലോ, അതിനുവേണ്ടി തകർത്ത് തറയിൽ കിടന്ന് തല തല്ലി അഭിനയിക്കുകയാണ്. ഇവളെ എത്ര അലറി വിളിച്ച് കരച്ചിട്ട് പോലും രണ്ടെണ്ണോ എഴുന്നേൽക്കുന്നില്ല, അവർക്ക് ബോധം വന്നിട്ടില്ല. ഇവള് വീണ്ടും ശ്രമിക്കുന്നു, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കമില്ല. ഇവൾ അടുത്തുനിന്ന് വിളിച്ചിട്ടും അവർ എഴുന്നേൽക്കുന്നില്ല. സോ ഏതാണ്ട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ
തന്നെ അവർ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പരിശോധിച്ചിട്ട് ഡോക്ടറും ഇവളോട് ഇന്നലത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ അതിന്റെ സ്മെല്ലാണ് ഇവരുടെ രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെടുത്തിയത്. അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോധം പോവാൻ സാധ്യതയുള്ള മരുന്ന് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ രണ്ടുപേരും എഴുന്നേറ്റോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവർ ആ ഒരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ലാബിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പയ്യനെ വിളിച്ചിട്ട് നല്ലോണം ഇവള് പഞ്ഞിക്കിടുന്നുണ്ട്. സെഡ്യൂസ് ചെയ്യാനുള്ള മരുന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ നീ ആളെ കൊള്ളാനുള്ള മരുന്നാണ് ഉണ്ടാക്കി തന്നത് എന്ന് ചോദിച്ച്. പക്ഷേ ഇത് ശരിക്കും ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ ഇയാളോട് വന്ന് പറഞ്ഞത് ഒരാളെ മയക്കാനുള്ള, അതായത് ഇവർ ഉദ്ദേശിച്ചത് സെഡ്യൂസ് ചെയ്യാനുള്ള ഡ്രഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇയാൾ വിചാരിച്ചത് ഉറക്കമില്ലാത്ത ഒരാളെ അതിനുവേണ്ടി ഉറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചു വന്നതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇവരാണെങ്കിൽ ആ ഒരു മരുന്നിൽ പ്രധാന ഇൻഗ്രീഡിയന്റിന്റെ ഡോസ് കൂട്ടാനായിട്ട് വളരെയധികം ആഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവരുടെ ബോധം പോയത്. ഇവൾക്ക് ആ കാര്യം കേട്ട് ഇയാളെ കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ്. പക്ഷെ അവൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മുടെ ലീയുടെ അസിസ്റ്റന്റ് കാണുകയാണ്. ലീ പറഞ്ഞത് പ്രകാരം ഈ ഒരു ലാബിലേക്ക് അന്വേഷണം നടത്താനായിട്ടാണ് അസിസ്റ്റന്റ് എത്തിയത്. ആ ഒരു ക്യാൻസലിൽ തന്നെയാണ് ആ ഒരു സംഭവം അവരെ ബാധിച്ചതെന്ന് ലീക്ക് മനസ്സിലായി. സോ അതിനെപ്പറ്റി അന്വേഷിക്കാൻ. പക്ഷെ ഇവളെ ഇവിടെ കണ്ടതുണ്ട് അസിസ്റ്റന്റ് ഉടനെ തന്നെ ലീയോട് ആ ഒരു കാര്യം വിളിച്ച് പറയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു മരുന്നുണ്ടാക്കിയത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. സോ അത് കേട്ടിട്ട് ഇവൻ വിചാരിക്കുന്നത് ജിയാൻ ഇവനോടൊപ്പം ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ഇവന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്നാവാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഡോക്ടറിനോട് ഞാൻ റിക്കവറായി, എനിക്കൊരു കുഴപ്പമില്ല, ഡിസ്ചാർജ് വേണം എന്ന് പറയുമ്പോൾ CM ഇവനോടൊപ്പം ആ ഒരു ഹോസ്പിറ്റലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാനും ഓക്കെയാണ്, എനിക്കും പോകണം എന്ന് ലിയോട് പറയുമ്പോൾ ലീ ഡോക്ടറിനോട് ഇവൾ ഓക്കെ ആയിട്ടില്ല, ഇവൾ പെർഫെക്റ്റ് ഓക്കെ ആയി, 2-3 ദിവസം കഴിഞ്ഞ് വിട്ടാലും ഒരു കുഴപ്പമില്ല, എനിക്ക് മാത്രം ഡിസ്ചാർജ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ മാത്രം അവിടെ നിന്ന് പോവാണ്. ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് എടുത്തിട്ട് അതിനുശേഷം ഇവൾ വീട്ടിലേക്ക് വരുമ്പോൾ ലിയും സിയും ഹോസ്പിറ്റലിലാണ് എന്നാണ് ഇവളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പ്ലാനും കുളമായല്ലോ. അതോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ലീ ഇവളുടെ അടുത്തേക്ക് ഇറങ്ങിയവരാണ്. ഇവൾ പെട്ടെന്ന് ഇവൻ അവിടെ നിന്ന് വന്നത്. മാത്രമല്ല സിയ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ഉള്ളത്, അവളുടെ അടുത്ത് കാവലിരിക്കല്ലേ വേണ്ടത്, ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്ന് ഇവൾക്ക് കാവലിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവളായിട്ട് തന്നെ ഇവന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ലീവ് ഇടാതെ ഇവളെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒരു ബൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പക്ഷെ ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് സിയ കയറി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവള് പെട്ടെന്ന് തന്നെ ഇവനെ വിളിച്ചുകൊണ്ട് കട്ടന്റെ മറയിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. സിയയും അങ്ങോട്ടേക്ക് വന്ന് ലീ അന്വേഷിക്കുന്നു, ജിയാനെ അന്വേഷിക്കുന്നു. പക്ഷെ ആരുടെ ഒരു അനക്കവും ഇല്ല. ഇവള് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ചാടി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. എന്നാൽ ലീക്ക് ഇവരെന്തിനാണ് ഇവിടെ ഒളിച്ചു നിൽക്കുന്നത് എന്ന് കാര്യം മനസ്സിലാവുന്നില്ല. ഇത് ഇവരുടെ വീടാണ്, ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പിന്നെ എന്തിനാ ആരെ പിടിച്ച് നമ്മൾ ഒളിച്ചു നിൽക്കുന്നത് എന്ന് ലീ ചോദിക്കുമ്പോൾ ജിയാൻ ഇവനോട് മിണ്ടാതിരിക്കാൻ പറയാണ്. ഇവൾ അത് ചെയ്തതിന് ഉദ്ദേശം വരെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ സിയ കണ്ടു കഴിഞ്ഞാൽ അവള് തെറ്റിദ്ധരിക്കുമല്ലോ, അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഇവരൊന്നാവുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് ഒളിച്ചു നിൽക്കുന്നത്, അവിടെ ഒരു തെറ്റിദ്ധാരണ വരണ്ട എന്ന രീതിയിൽ. പക്ഷെ കട്ടന്റെ മാർഗിൽ എന്തൊക്കെയോ കഷവിഷയും സംസാരങ്ങളൊക്കെ സിയ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവളും കട്ടന്റെ പിറകിൽ ആരാണെന്ന് നോക്കാനായിട്ട് അടുത്തേക്ക് വന്ന് കട്ട മുക്കി നോക്കുമ്പോൾ ഇവർ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ജിയാൻ ഒരു യക്ഷിയുടെ രൂപത്തിൽ സിയെ പേടിപ്പിക്കാണ്. ലീ ആണെങ്കിൽ ഇവള് കാണാതെ തറയിലും കിടക്കുന്നു. സോ ജിയാനെ കണ്ട് പേടിച്ച് സിയ അപ്പോഴേ ബോധം പോയി വീഴാണ്, നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇവൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇതിന് മറവിൽ നിൽക്കുന്നതെന്ന്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജിയാൻ ഇവൾക്ക് കുടിക്കാനായിട്ട് സൂപ്പും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. സിയക്ക് ഇന്നലത്തെ ആ ഒരു ഞെട്ടലും കാര്യങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല, പറയാൻ നടന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നത്, ഇവിടെ പ്രേതവാദം എല്ലാം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ജിയാൻ ഇവളാണെന്നല്ല അങ്ങനെയൊക്കെ കാണിച്ചു വിടുമെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ ഒരു ക്ലാസ് റിയൂണിയനും കാര്യങ്ങളൊക്കെ ഉടനെ നടക്കുന്നുണ്ട്. അവിടെ ഞാനൊരു പണി ലീക്ക് നൽകുന്നുണ്ട്, അതെന്തായാലും സക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്ലാൻ ഉണ്ടാക്കി ഇവര് പിറ്റേന്ന് ഇവളെ ലീയോടൊപ്പം ആ ഒരു ക്ലാസ് റിയൂണിയന് എത്തിയിരിക്കുകയാണ്. അവിടെ ലീക്കും ഇവൾക്കൊക്കെ നല്ല പരിഗണന കിട്ടുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ കമ്പനിയുടെ സിഒ ആണ്, സിഒയുടെ വൈഫാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്റ്റാറ്റസിലിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നല്ല റെസ്പെക്റ്റും ആളുകൾ അത്രയും സ്നേഹത്തോടുകൂടിയാണ് ഇവരോട് പെരുമാറുന്നതൊക്കെ ഇവരുടെ ഫ്രണ്ട്സ്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ ഒരു ക്ലാസ്മേറ്റ് ഇറങ്ങി വന്നിട്ട് ലീയുടെ അടുത്തേക്ക് ചെന്ന് ഹണി ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഇവനെ വന്ന് പിടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. മാത്രമല്ല ജിയാൻ അയ്യോ എന്താ ഈ പറയുന്നത്, ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് തകർത്ത് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. പക്ഷെ ലീ വളരെ ഷോക്കില്ല. അല്ല നീ ആരാ, നിനക്കെന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പെണ്ണ് എന്താണെന്ന് അറിയില്ലേ, ഇന്നലെ എന്നെ ചക്കരെ പൊന്നെ തേനേന്നൊക്കെ വിളിച്ചിട്ട് 4 പേരുടെ മുന്നിൽ വെച്ച് എന്നെ അറിയില്ലെന്ന് പറഞ്ഞാല് എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കാണ്. പക്ഷെ അപ്പോഴും ലീ ഈ ഒരു പെണ്ണിനെ അറിയില്ല, നിനക്ക് തലയ്ക്ക് വല്ല ഓളമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അത് കണ്ട് ഈ ഒരു പെണ്ണും തെളിവ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇവള് ഒരു ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതിൽ വന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതും ഇവൾക്ക് വലിയൊരു തുക ഗിഫ്റ്റ് അയച്ചു കൊടുത്തതും അതേപോലെ തന്നെ പേഴ്സണലി വന്ന മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി മറ്റാരുമല്ല ജിയാൻ തന്നെയാണ്. എന്നാൽ ലീയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഇവൻ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ലീയെ എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല ജിയാനും ഒന്നും നോക്കാതെ തറയിലേക്ക് വീണ എങ്കിലും നിങ്ങൾ എന്നോട് ചതി ചെയ്യുന്ന വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിക്കാണ്. ഒരു സത്യസന്ധയായ ഭാര്യയെ ചതിച്ചതിലുള്ള വിഷമത്തിൽ ലീക്ക് ആദ്യം കാര്യങ്ങളൊന്നും പിടിയിടുന്നില്ല. പക്ഷെ ഇവന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവന്റെ അക്കൗണ്ട് ഇവൻ അല്ലാതെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ജിയാൻ ആണെന്ന് ഇവന് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് ഇവളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇവരോട് ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ജിയാന് ഭയങ്കര ടെൻഷൻ ആവുന്നു. ഇവളെ പിടിക്കപ്പെടുമോ എന്നൊരു സംശയം വരുന്നുണ്ട്. പക്ഷെ ലീ അവളെ ആരുടെ മുന്നിൽ ഇവളെ അവിടെ ഒറ്റ കൊടുക്കുന്നില്ല. പകരം താൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറ്റം സ്വയം ഏറ്റെടുത്ത് ഇവളെയും കുട്ടി പുറത്തേക്ക് വരികയാണ്. ഇവളെ ചിലപ്പോൾ ഇവൻ ആ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്തേക്കുന്നത് കണ്ട് അതിന്റെ അസൂയയിൽ ചെയ്തതായിരിക്കാം എന്നാണ് അവിടെയും ലീ വിചാരിക്കുന്നത്, ഇവളെ സംശയിക്കാതെ വിടുന്നതൊക്കെ. പക്ഷേ ഇവൻ ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ച് ജിയാൻ ഇവനോട് നിങ്ങൾ എത്രക്കാരനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല, അതും സ്വന്തം ക്ലാസ്മേറ്റിനോടൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ലീ ഇങ്ങോട്ട് തന്നെ ഇവളോട് നീ എന്നോട് ക്ഷമിക്കുക, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇതിന്റെ പേരിൽ നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്, പക്ഷേ നീ ഒന്നും ഇല്ലാണ്ട് പോവേണ്ടി വരും എന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ലൊരു പണിയെടുക്കാണ്. ഇവള് പൈസ ഇല്ലാണ്ട് എന്തായാലും ഇവനെ കളഞ്ഞിട്ട് പോവില്ലെന്ന് ഇവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവനോടുള്ള സ്നേഹം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇവനത് പറയുന്നത്. പെട്ടെന്ന് ഇവളത് കേട്ട് ഷോക്കായി. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് നല്ലൊരു കമ്പനി ഇല്ലേ, അത് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ, പിന്നെ എങ്ങനെയാ പൈസ ഒന്നും ഇല്ലാതാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലീ ഇവന്റെ കമ്പനിയുടെ ഷെയർ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഏത് നിമിഷം വേണമെങ്കിലും പാപ്പരാവും. അതിന്റെ കൂടെ ഇപ്പോൾ ആ ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്ന പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചതുകൂടെ വലിയൊരു വാർത്ത ആയിരിക്കാണ്. എല്ലാവരും ആ ഒരു കാര്യം അറിയാം. ഇവൻ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഇവന്റെ കമ്പനി വട്ടപൂജ ആവാൻ നല്ല സാധ്യതയുണ്ട്. എല്ലാവരും ഇവനെ വെറുക്കും. ഇപ്പൊ തന്നെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾക്കും ഇവന്റെ ആ ഒരു അവസ്ഥ കേട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇവൾക്ക് പൈസ ഇല്ലാതെ പോകാനും പറ്റില്ല. ഇവൻ പാപ്പരാകുന്നതിനോട് ഇവൾക്ക് യോജിപ്പില്ല. ഇവൻ ചെയ്യാത്തൊരു കുറ്റമാണല്ലോ ഇവനിപ്പോ ഏറ്റെടുത്തിരിക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഇവനോട് അല്ല ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ ലീ ഇവളോട് ഇവർ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവാനൊന്നും പോകുന്നില്ല, നല്ല ടൈമിൽ തന്നെയാണ് ഉള്ളതെന്ന് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാർത്ത എല്ലാവരിലേക്ക് എത്തി കമ്പനി ചിലപ്പോൾ നഷ്ടപ്പെടില്ല, എന്റെ പേര് നഷ്ടപ്പെടില്ല, ഷെയർ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇവളെ നാളെ ഒരു മീറ്റിംഗിന് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവളെ അറിഞ്ഞുകൊണ്ട് ലീ ദ്രോഹിക്കാത്ത ഒരു വ്യക്തിയാണ്. സോ ഇവൾ കാരണം ഇവനൊരു സഹായം ആവുമെങ്കിൽ ആവട്ടെ എന്ന രീതിയിൽ ഓക്കെ പറഞ്ഞ് പിറ്റേന്ന് ഇവരിപ്പോൾ ഒരു പ്രസ് മീറ്റിംഗിനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരോടും ലീ തന്നെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഹാപ്പി ആയിട്ടാണുള്ളത്, ഒരിക്കലും ഞങ്ങൾ വേർപിരിയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ റിപ്പോർട്ടേഴ്സ് ഒന്നും അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ എന്തിന് മറ്റൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കണം എന്ന് ചോദിക്കുമ്പോൾ ലീ പെട്ടെന്ന് പറയുന്നത് അതിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് മെസ്സേജ് പോയതാണ് എന്നാണ്, താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ടെങ്കിലും അത് ഇവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് റിപ്പോർട്ടേഴ്സ് പറയാണ് നിങ്ങൾ നല്ലൊരു ടൈമിലാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പെരുമാറോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് സ്നേഹപ്രകടനങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ലീയും ഇവളോട് ഇവളായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറയാണ്. സോ ജിയാന് വേറെ വഴിയൊന്നും മുന്നിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ലീയെ കിസ് ചെയ്യാണ് ഫസ്റ്റ് ടൈം. എന്നാൽ അതൊരു അവസരമായി കിട്ടിയത് കൊണ്ട് തന്നെ ഇവനെ വിട്ടുകൊടുക്കുന്നില്ല, മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാവുന്നുണ്ട് മറ്റേ കാര്യങ്ങളൊക്കെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന്. എന്നാൽ റിപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ നിന്ന് അപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് ഒരുമിച്ച് പഠിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് കോളേജിൽ വെച്ചിട്ടാണോ, അങ്ങനെ തുടങ്ങിയ പ്രണയമാണോ ഈ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചത് എന്നൊരു റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ജിയാന് ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മനസ്സിൽ ഇവൻ ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇവളും ഈ അങ്ങനെയൊന്നല്ല എന്ന് പറയാനായിട്ട് വരുന്നു. പക്ഷേ ലീ അതിന്റെ ഇടയ്ക്ക് കയറി ഇവന് കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ട് ഇവളെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഇവളെ വിവാഹം കഴിച്ചത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ടല്ല വിവാഹം കഴിച്ചത്, എനിക്ക് വൺ സൈഡ് ആയിട്ട് ഇവളോട് ക്രഷ് ഉണ്ടായിരുന്നു, എനിക്കത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നു, അന്ന് ഞങ്ങൾക്ക് ഒരുമിക്കാനും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ ഒരു കഥകൾക്ക് റിയൽ ആയിരുന്നെങ്കിൽ എന്ന് ഇവൾ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ലീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ കിട്ടുകകൾ പറയുന്നതാണ് എന്നാണ് ഇവൾ വിചാരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവിടെ ഒരാള് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോഴാണ് വലിയ വലിയ വാർത്തകളൊക്കെ കാണുന്നത്. ഇവളെയും ലീയെയും സെറ്റൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ജിയാനും ലീയും ഉമ്മ വെച്ച് കളിക്കുന്നതാണല്ലോ ഇവളെ കാണുന്നത്. അത് കണ്ട് വളരെ ഷോക്കായി പോകുന്നു. അപ്പൊ ഇവിടെ ലീ ഓഫീസിൽ വന്നിട്ട് ഇവൻ അവർ കിസ് ചെയ്ത ആ ഒരു വീഡിയോ തന്നെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സിയ ചാടത്തോളെ അങ്ങോട്ടേക്ക് വന്ന ചേട്ടാ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, ചേട്ടന്റെ വൈഫ് എന്ത് വൃത്തിയുടെ സ്വഭാവക്കാരിയാണെന്ന് വല്ല ധാരണയുണ്ടോ, ചേട്ടനായിട്ട് പണിത് തന്നെ അവളാ എന്ന് പറഞ്ഞ ആ ഒരു ലൈവ് സ്ട്രീമിൽ ചെയ്യുന്ന പെണ്ണിന്റെ മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ വീട്ടിലെ CCTV ദൃശ്യം എടുത്ത് ഇവനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ലീ അത് കണ്ട് ഒട്ടും തന്നെ ഞെട്ടുന്നില്ല. ഇവൻ ഓൾറെഡി തന്നെ ആ ഒരു കാര്യം മനസ്സിലായതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അറിഞ്ഞതാ എന്ന് പറയുമ്പോഴും സിയ വിട്ടുകൊടുക്കുന്നില്ല. അവള് വേറൊരു കഥ ഉണ്ടാക്കാണ്. ചേട്ടൻ അപ്പൊ ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ, ഞാൻ പറയുന്നത് അതിൻ്റെതായ സെൻസിലെടുക്കുക, ചേട്ടന്റെ വൈഫ് എന്ന് പറയുന്നവർക്ക് താല്പര്യം പെണ്ണുങ്ങളോടാ, അവൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവൻ ഓർമ്മ വരുന്നത് ഇവൻ എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചിട്ടും അവൾ ഒഴിഞ്ഞു മാറി പോകുന്നത് പോലെയാണല്ലോ ഇവന് ഫീൽ ആവുന്നത്. ഇനി അത് ചിലപ്പോൾ പെണ്ണുങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കോ എന്നൊരു തോട്ട് വരികയാണ്. സിഎം അത് ആള് കത്തിക്കാനായിട്ട് ചേട്ടാ ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെന്ന് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആലോചിക്കുമ്പോൾ ജിയാൻ എപ്പോഴും സിയയുടെ കൂടെ ഉള്ളതാണല്ലോ ഇവൻ കാണാറുള്ളത്, അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോ ഇവള് പറയുന്നതൊക്കെ സത്യമായിരിക്കോ, ജിയാൻ ഒരു ലെസ്ബിയൻ ആണോ എന്നൊരു സംശയം കാര്യങ്ങളൊക്കെ വരുന്നു. എങ്കിലും ജിയുടെ അടുത്ത് അതൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ഇപ്പൊ പൊക്കോ എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. എന്നാൽ ജിയാനും വീട്ടിൽ വന്നിട്ട് ഇവരുടെ ആ ഒരു കിസ്സിംഗ് വീഡിയോ തന്നെ ഭയങ്കര ഫീൽ ആയിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയോട് ഇവൾക്കും ഏകദേശം പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ അപ്പോഴേക്കും ജിയ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഇവൾ ആ ഒരു കാണുന്ന വീഡിയോ ജിയ കാണാതെ മറച്ചു പിടിക്കുകയാണ്. ഇവൾക്ക് ലിയോട് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്നൊരു മനസ്സാണ്. എന്നാൽ അത് സിയ ശ്രദ്ധിച്ചിട്ട് എന്താ നീ ഫോണിൽ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ പറയുന്നത് അത് വേറെന്താ
നല്ല മസറുള്ള ആൺകുട്ടികളുടെ വീഡിയോസ് ആണ് എന്ന് പറയുമ്പോൾ സിയ അത് എന്നെ കൂടെ കാണിക്കാം, ഞാനും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇവളുടെ ഫോൺ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ജിയാൻ അത് കാണിക്കുന്നില്ല. ആ വീഡിയോ സിയ കണ്ടാൽ വേറെ രീതിയിലായിരിക്കുമല്ലോ തിരിത്തിരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിടിവലി ആവുന്നു. അതിനിടയ്ക്ക് ഇവര് ഈ ഒരു കണ്ടീഷനിലേക്ക് വീണു പോവാണ്. എന്നാൽ അത് കണ്ടുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ലീ കടന്നു വരുന്നത്. ഇവൻ ആ ഒരു കാഴ്ച കണ്ട് ഭയങ്കര ഷോക്കായി പോകുന്നു. അതുകൊണ്ട് തന്നെ സിയ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ സത്യമാണോ, ജിയാന് താല്പര്യം ലേഡീസിനെയാണോ എന്നൊരു കാര്യത്തില് ഏതാണ്ട് സംശയമൊക്കെ മാറി അത് കൺഫേം ആവുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് സിയെ പിടിച്ച് മാറ്റുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ജിയാൻ അല്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ആ ഒരു ക്യാരക്ടർ അറിഞ്ഞിട്ടാണ് ഇവൻ നിൽക്കുന്നതെന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിയുടെ അടുത്ത് നിനക്ക് നടുവേദന ഉള്ളതല്ലേ, ഇങ്ങനെ കിടന്നാലും ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ച് മാറ്റിയത് എന്ന് പറയുമ്പോൾ ജിയാന് കുറച്ച് അസൂയയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇവൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. ജിയ ആണെങ്കിൽ അത് കേട്ട് ഓ ചേട്ടനപ്പോ എന്റെ ബാക്ക് പെയിനെ കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ, എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ജിയാനും മനസ്സിൽ ഓ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ നടക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ജിയ ആണെങ്കിലും മറ്റേ ഒരു കാര്യം ലീഡ് മുന്നിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയി അവതരിപ്പിക്കാനായിട്ട് ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കാൻ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറയുമ്പോൾ ലീ അതിനെ സമ്മതിക്കുന്നില്ല. ഇല്ല അത് പറ്റില്ല ഇന്ന് തീർത്തു പറഞ്ഞിട്ട് ഇവരുടെ നടുക്കേറിയിരിക്കുകയാണ്. എന്നിട്ട് ജിയാനോട് എനിക്കൊന്ന് ഒറ്റ കിടക്കാൻ പറ്റില്ല, എനിക്ക് രാത്രി പേടിയാണ് എന്ന് പറഞ്ഞ് ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. പക്ഷെ ഇവനിപ്പോ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഇവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവളെ ആണല്ലോ കൂട്ടിക്കൊണ്ട് പോവേണ്ടത്. അതിനുശേഷം ലീ ഇപ്പോ ജിയാന് പെൺകുട്ടികളെ ആണോ താല്പര്യം എന്ന് അറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഇവന്റെ ബോഡിയൊക്കെ കാണിച്ച് ഇറങ്ങിവരാണ്. പക്ഷെ ജിയാൻ ഇവൾ ഉറങ്ങിയതുപോലെ അഭിനയിച്ച് കിടക്കുന്നു. ലീ വിട്ടുകൊടുക്കുന്നില്ല. ഇവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് മനഃപൂർവ്വം തന്നെ ഇവളുടെ കൈ എടുത്ത് ഇവന്റെ ബോഡിയിൽ വെക്കുന്നു. ഇവളും സഹിച്ചു പിടിച്ച് കണ്ടുപോലും തുറക്കാതെ കിടക്കാണ്. ഇവളുടെ ഭാഗത്തു നിന്ന് ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇവൾക്ക് ശരിക്കും ഫീലിങ്സ് ഒന്നും ഇല്ലേ, അതോ ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിച്ച് ഇവൻ ഇവളെ ശല്യം ചെയ്യാനായിട്ട് അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരുപാട് സമയം ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ലെന്ന മട്ടിൽ ചാടി എഴുന്നേൽക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ലീയും ഇവളെ പിടിച്ചിട്ട് നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാണ്. ആ ഒരു ടൈമിൽ ഇവളും അതിൽ വീണ് പോകുന്നത് കൊണ്ട് തന്നെ ഇവൾക്കത് റിജക്ട് ചെയ്യാനോ ഇവനെ പിടിച്ച് മാറ്റാനോ ഒന്നും പറ്റുന്നില്ല. ഇവന് ശരിക്കും ഇവളോട് ഫീലിങ്സ് ഉണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു തോട്ട് വരാണ്. എങ്കിലും മേ ബി ഇവളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ സിയ ആണെന്ന് കരുതിയിട്ടായിരിക്കാം ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വിചാരിച്ച പെട്ടെന്ന് തന്നെ ഇവനെ തട്ടി മാറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവനെ തട്ടി മാറ്റി നടുക്ക് തലയെടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അവളുടെ ആ ഒരു പെരുമാറ്റം ലീക്ക് നല്ല നിരാശാവുന്നുണ്ട്. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. രാവിലെ തന്നെ ജിയാൻ നല്ല വെള്ളമടിയിലാണ്. സോ സിയം അതുകൊണ്ട് നിനക്ക് എന്താ പറ്റിയത്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളായിട്ട് തന്നെ ലിയെ ഉപേക്ഷിക്കാൻ പോവാണ്. ഇനി എന്തായാലും ഈ വീട്ടിൽ തുടരുന്നില്ല എന്ന് പറയാണ്. കാരണം ഇവൾക്ക് അവനോടുള്ള ഫീലിങ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോയാലും ശരിയാവില്ല, ലീ സ്നേഹിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്, അതിനിടയിൽ താനൊരു തടസ്സമാവാൻ പാടില്ല എന്നൊരു ചിന്താഗതി കൊണ്ടാണ് ഇവളങ്ങനെ പറയുന്നത്. പക്ഷേ സിയ ഇവളോട് അയ്യോ നീ പോണ്ട കാര്യമൊന്നുമില്ല, എന്റെ കാര്യം ഇതൊരു ക്ലിയർ ആയിട്ടില്ലല്ലോ, എന്നെ നീ അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയുമ്പോൾ ജിയാൻ അത് ഞാനൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇത് നമ്മുടെ ലാസ്റ്റ് ഐഡിയ ആയിരിക്കും, ഇതെന്തായാലും വർക്കൗട്ട് ആവാതിരിക്കില്ല. ഒരു പുരുഷന് താൻ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരു പുരുഷനോടൊപ്പം നടക്കുന്നതോ അവരുടേതാവാൻ ആഗ്രഹിക്കുന്നതോ ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ലീ അത് തടയും. തൽക്കാലം അതിനുവേണ്ടി ഞാനൊരു പയ്യനെ ക്ലബിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവൻ നന്നായിട്ട് അഭിനയിച്ചോളും, നീയും അതിനനുസരിച്ച് ലീയുടെ മുന്നിൽ നിന്നാൽ മതി, അവൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. സോ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് യു എന്ന് പറയുന്ന ഒരു പയ്യനും എത്തുന്നു. എന്നാൽ അവനെ കണ്ട് സിയ പെട്ടെന്ന് കയറി വിളിക്കാണ് ഇവനിപ്പോ എവിടെ നിന്ന് വന്നത് എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ആ ഒരു പയ്യനും ഇവളോടാണ് താൻ അങ്ങനെ ഒരു അഭിനയം നടത്തേണ്ടത് എന്നറിഞ്ഞ് സിയെ കണ്ട് വളരെ ഷോക്കായി പോകുന്നു. ജിയാനും അതുകൊണ്ട് അല്ല നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ സിയ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ യു ആര് പറഞ്ഞു അറിയില്ലെന്ന്, എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പറയാണ്. ശരിക്കും ഇവനോടൊപ്പം 2 വർഷം മുന്നേ ഒരു രാത്രി സ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. ഇവനൊരു ബാറിൽ മോഡലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷേ ഇവൻ വെർജിൻ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം ഇവളോടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവളോട് സ്പാർക്കും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവളെ കാണുന്നില്ല, എവിടേക്ക് തിരഞ്ഞിട്ടും കണ്ടുപിടിക്കാനോ ആയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ തമ്മിൽ കാണുന്നത്. സോ യു ഇവളോട് എന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ പോയി നീ ഇപ്പോ ഇങ്ങനെയൊക്കെയാണല്ലേ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ അല്ല 2 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ അപ്പോൾ നീ അന്ന് ലിയെ ചതിക്കായിരുന്നോ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സിയ ഇല്ല അത് അങ്ങനെയല്ല, ഞാൻ ആരെ ചതിച്ചിട്ടൊന്നുമില്ല, ഞാനും പുള്ളി അതിന് റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇവളെ ഇത്രയും നാളും ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജിയാനോട് പറഞ്ഞിട്ടില്ല. ലീക്ക് ഇവളെ ഇഷ്ടമായിരുന്നില്ല. ഇവളും മുത്തശ്ശനാണ് ലീയുടെ പുറകെ ഇവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞ് നടക്കുന്നത്. ലീക്ക് ഇവളൊരു സിസ്റ്ററെ പോലെ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ജിയാൻ തിരിച്ചറിയുന്നത്. അത് കേട്ട് ഇവള് ഭയങ്കരമായി ഷോക്കായി പോകുന്നു. അതുകൊണ്ട് തന്നെ സിയയുടെ അടുത്ത് നീ ഇത്ര നാളപ്പം എന്നെ പറ്റിക്കായിരുന്നല്ലേ, ഇതെന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിയ ലിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞ് ഇവളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് മുത്തശ്ശനാണല്ലോ, ഇവൾക്ക് അതിനപ്പുറം ലിയോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫീലിംഗ്സും ഇല്ലായിരുന്നു. എങ്കിലും അവര് കുഞ്ഞിലെ മുതലേ കണ്ടു വളർന്നവരാണല്ലോ, ഒരുമിച്ച് വളർന്നവരാണ്.
അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവനെ ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ അവനും ഇവളെ ഇഷ്ടപ്പെടാൻ പറ്റും എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് ഇവൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് എന്ന് പറയാണ്. അപ്പോൾ ജിയാനും അത് വിശ്വാസമായിട്ട് ചിലപ്പോൾ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ റോൾ അഭിനയിക്കാനായിട്ട് ഇപ്പോൾ യുവിന് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവന് കുഴപ്പമൊന്നുമില്ല, താൻ ഓക്കെയാണ് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവനും ഒന്നും നോക്കുന്നില്ല. 3 പേരും കൂടെ ഇപ്പോൾ ലിയോയുടെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും ലിയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഇവരും ഇവരുടെ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നു. യു ആണെങ്കിൽ സിയെ ശല്യം ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സിയ ഇവന്റെ ശല്യം കാരണം എതിർത്ത് സംസാരിക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ അഭിനയിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബഹളം കണ്ട് ലിയും ഇവരോട് വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ യു പെട്ടെന്ന് ലിയോട് അത് ചോദിക്കാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ സിയ പെട്ടെന്ന് ഇവന്റെ മറവിൽ നിന്നിട്ട് ഇതെന്റെ ഹസ്ബൻഡാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ജിയാന് നല്ല വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ലീക്കും ഇവനും ഇതിന്റെ പേരിൽ സിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനോട് ജിയാനുള്ള ഫീലിംഗ്സ് പുറത്തു വരില്ല എന്ന രീതിയിലും അവളുടെ മനസ്സിലിപ്പോൾ അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇവൻ ആ ഒരു കാര്യം നിഷേധിക്കുന്നില്ല. അതായത് സിയ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ കാര്യം നിഷേധിക്കുന്നില്ല. യുവിനോട് നീ എന്തിനാ ഇവളെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് യുവിനോട് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജിയാന് താങ്ങാനാവുന്നില്ല. ഇവൾക്ക് ഭയങ്കര സങ്കടം വരികയാണ്. അവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് മാറാൻ പോവുകയാണ് എന്നൊരു വിശ്വാസത്തിൽ ഇവൾ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ അപ്പോഴാണ് ലീക്ക് യുവിനെ കണ്ട് നീ അല്ലായിരുന്നോ 2 വർഷം മുന്നേ ഉള്ള പയ്യൻ എന്ന് ചോദിക്കാണ്. അതായത് 2 വർഷം മുന്നേ ആ ഒരു നൈറ്റിന് ശേഷം സിയെ അന്വേഷിച്ച് ഒരുപാട് നടന്നിരുന്നു. ഇവളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയൊക്കെയോ ലിയുടെ അഡ്രസ് തപ്പി ഇവനോട് വന്ന് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, സിയെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് മുങ്ങിയെന്ന കാര്യം. സോ ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നീ അബ്രോഡ് പോയാൽ മതി, ഇപ്പൊ നീ അബ്രോഡ് പോകണ്ട എന്ന് പറഞ്ഞ അന്ന് സിയെ നാട്ടിൽ പിടിച്ചു നിർത്താനായിട്ട് ലീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന് മെയിൻ റീസൺ ഈ യു ആയിട്ടുള്ള കേസാണ്. അത് ഇവൻ അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലീ ഇപ്പൊ ഇവളോട് നീ അപ്പോ അതൊക്കെ മറച്ചു വെച്ചിട്ടാണല്ലേ എന്റെ വൈഫിനെ വശീകരിച്ച് സ്വന്തമാക്കാൻ നോക്കുന്നത്, നീ ഇവനെ അപ്പോ അന്ന് അവോയ്ഡ് ചെയ്തത് നീ ലെസ്ബിയൻ ആയതുകൊണ്ടായിരിക്കും അല്ലേ, നിന്റെ ക്യാരക്ടർ തന്നെ നീ മാറ്റിയത് അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് വിട്ടുന്ന ഇല്ല ഞാൻ അത്ര കാര്യമൊന്നുമല്ല ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്, ഞാനും ജിയാനും ജസ്റ്റ് ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ് എന്ന് എടുത്ത വായിലെ ഇവൾ അറിയാതെ പറഞ്ഞു പോവാണ്. അതായത് ലിയുടെ മുന്നിൽ ഇവര് ഭയങ്കര ശത്രുക്കളായിട്ടാണല്ലോ നിന്നിരുന്നത്. സോ ഇവളുടെ വായിന്ന് അറിയാതെ വീണ് പോയതാണല്ലോ. അതുകൊണ്ട് തന്നെ ലീ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിൽക്കുന്നതിന് മുന്നേ ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് മുങ്ങാനായിട്ട് നോക്കുന്നു. എന്നാൽ ലീ ഇവളെ വിടുന്നില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഇവളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അവൾ അവിടെ പിടിക്കപ്പെട്ടു അതുകൊണ്ട്. എന്നാൽ അതേസമയം ഇവിടെ വീട്ടില് ജിയാൻ തിരിച്ചെത്തിയിട്ട് ഇവിടെ നിന്ന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ലിയെ വിട്ടുപോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇവളായിട്ട് തന്നെ ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ വളരെ സങ്കടപ്പെട്ടിട്ടാണെങ്കിലും ഇവൾ ആ ഒരു വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാണ്. മാത്രമല്ല ജിയ യഥാർത്ഥ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ലിയോട് നിങ്ങൾക്ക് തമ്മിൽ ഫീലിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ജിയാന് നിങ്ങളോടും താല്പര്യമില്ല, നിങ്ങൾക്ക് ജിയാനോടും താല്പര്യമില്ല, അതുകൊണ്ട് അവൾ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ലീ ഭയങ്കര ദേഷ്യത്തില് ആര് പറഞ്ഞു എനിക്ക് അവളോട് ഫീലിംഗ്സ് ഇല്ലെന്ന്, അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് അവളെ മാത്രമാണ് ഇഷ്ടം, അത് മതി എന്ന് പറയുമ്പോഴാണ് ലീക്ക് അവളെ ആയിരുന്നു ഇഷ്ടം എന്ന കാര്യം സിയ തിരിച്ചറിയുന്നത്. ഇവൻ എത്രയും നാളും ജീവിച്ചതും ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതൊക്കെ അവൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു എന്ന് പറയാണ്. അവളുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് ഇവനെ ഇഷ്ടപ്പെടണം, ഇവനെ സ്നേഹിക്കണം എന്നൊന്നും ഇവൻ അധികമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അവൾ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നല്ലാതെ അത് മാത്രമല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ മനസ്സിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോഴാണ് സിയയ്ക്കും ഇവനിപ്പോ ജിയാനെയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന കാര്യം മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ജിയാനിപ്പോ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുക, അവളായിട്ട് ചേട്ടനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് എന്ന കാര്യം ലിയോട് പറയാണ്. അത് കേട്ട് പെട്ടെന്ന് തന്നെ ലിയും ഭയങ്കര ഷോക്കായി ജിയാനെ തപ്പി ഇറങ്ങുന്നു. എന്നാൽ അവളെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല, അവൾ എടുക്കുന്നില്ല. ഇവനാണെങ്കിൽ ട്രാഫിക്കിൽ പെട്ടും കിടക്കാണ്. പെട്ടെന്ന് എങ്ങനെയൊക്കെ ഇവൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പേര് വിളിച്ച് നീ എവിടെ ഉള്ളത്, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളം കാണിച്ച് കയറി വന്ന് ലൈറ്റ് ഇടാനായിട്ട് പോകുന്നു. പക്ഷെ അപ്പോഴാണ് ഇവനൊരു കാര്യം പിടികിട്ടുന്നത്, ഇവനെ ഇരുട്ടത്തോ ഒന്നും കാണാനോ നടക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ, അത് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തായാലും അവൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ലൈറ്റ് ഇടാതിരിക്കില്ല. സോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയി എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ഇവനത് താങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഇവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ലൈറ്റ് ഓൺ ആയിട്ട് ലീ ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞ ജിയാൻ ഇപ്പൊ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവളെ ഈ ഒരു വീട്ടിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. ഇവളെ കണ്ട് പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തിലും ഷോക്കിലൊക്കെ ലീ ഇവളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ ജിയാനും ലീ ഇവളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. സോ ഇവളായിട്ട് തന്നെ വീണ്ടും ഇവനെ കിസ് ചെയ്യുകയാണ്. ഇത്രയും നാളെ ഇവനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതല്ല ക്ഷമയും ചോദിക്കുന്നു. ലീയും ഇവളോട് ജിയാൻ വിചാരിച്ചിരുന്നത് ഇവനും സിയയും കപ്പിളാണ് എന്നാണല്ലോ, അതുകൊണ്ടാണ് താൻ ഇത്രയും നാള് അത് തിരിച്ചറിയാൻ വൈകിപ്പോയത് എന്ന് പറയുമ്പോൾ ലീ ഇതുവരെയും സിയെ ഒരു സിസ്റ്റർ ആയിട്ടാണ് കണ്ടത്, സ്വന്തം സഹോദരിയായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയുള്ളവളെ താൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്ന് സംഭവിച്ചത് മുതൽ ഇവന് ഇവളോട് ഇഷ്ടം തുടങ്ങിയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ലീ ഇവളോട് തുറന്നു പറയാണ്. ആ ഒരു യു എന്ന് പറയുന്ന പയ്യൻ കാരണമാണല്ലോ ഇവൻ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജിയ അബ്രോഡ് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയത്. അത് കണ്ടിട്ടാണ് ജിയാൻ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിച്ചതൊക്കെ. പക്ഷെ അത് യു എന്ന് പറയുന്ന പയ്യന് വേണ്ടിയിട്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ലീ ഇവളോട് ഷെയർ ചെയ്യാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഇവരുടെ ഇടയിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറുകയാണ്. എന്നാൽ അപ്പോൾ ഇവിടെ യു ഇവളുടെ പിന്നാലെ തന്നെയാണ്. ഇവന് അന്നേ തന്നെ ഇവളോട് സ്പാർക്ക് അടിച്ചതാണല്ലോ, ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. മറ്റൊരു പെണ്ണും ഇവന്റെ ലൈഫിൽ പിന്നീട് വന്നിട്ട് പോലുമില്ല. ഇവൾ എന്തെങ്കിലും കാണാൻ വേണ്ടി ഇവൻ റീൽസ് വരെ ചെയ്തു തുടങ്ങി. സോ ആ ഒരു കാര്യങ്ങൾക്ക് പറഞ്ഞതിനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇവൾക്കും
ലിയോട് പിന്നാലെ ഇനി പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ലീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ജിയാനാണെന്നും ജിയാനും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലോട്ട് പോകാൻ ഉദ്ദേശമില്ല. പക്ഷേ ഇപ്പോൾ ഇവൻ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ആത്മാർത്ഥതയൊക്കെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ലാസ്റ്റ് സ്വീകരിക്കാം എന്നൊരു മൈൻഡിലേക്ക് വരുന്നു. എതിർപ്പൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ലീ ഇപ്പോൾ ജിയാന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് നൽകാണ്. വല്ല ഡയമണ്ട് റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ തുറന്നു നോക്കുന്നത്. പക്ഷെ അത് സീലാണ്. അതായത് ഇവന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും, വീടും, കാറും, കമ്പനിയൊക്കെ ഇവളുടെ പേരിലോട്ട് മാറ്റുന്നതിനുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവൻ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത്. കാരണം ഇവൾക്ക് പൈസയോട് വലിയ ആഗ്രഹമാണെന്ന് ഇവൻ അറിയാലോ, അത് വെച്ചിട്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇവൾക്കിപ്പോ അങ്ങനെ അല്ലല്ലോ. ഇവൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇല്ല എന്നാണ്. പക്ഷെ ലീയെ കണ്ടുമുട്ടി ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവൾക്കിപ്പോ ആ ഒരു തിരിച്ചറിവ് കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഒരേപോലെ അല്ല എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വേണ്ട, ലൈഫ് ലോങ് നിങ്ങൾ എന്നും കൂടെ ഉണ്ടായാൽ മാത്രം മതി, അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ എത്രയും നാൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു പണവും കാര്യങ്ങളും കയ്യിൽ കിട്ടിയിട്ട് പോലും അതെല്ലാം റിജക്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ്, അവർ പുതിയൊരു ലൈഫ് പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ടാണ്.